താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം നല്ല സായം സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ കൊയർ ടീം, കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിൽ ഈ ഷാർജയുടെ പട്ടണത്തിലും എമിറേറ്റ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വിലയേറിയ ദൈവഭൃത്യന്മാർ, ഈ രാത്രി ദൈവവചന കേൾവിക്കും വചന ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കുമായി കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു രാത്രി കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള തന്നെ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഈ ഒരായുസിൽ തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരുണത്തിൽ ഇന്ന് രാത്രി ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ രാജീവ് സേവിയർ, പ്രത്യേകിച്ച് മലയാളം ചർച്ച കൊണ്ട് ചുമതലയിലായിരിക്കുന്ന പാസ്റ്റർ മാത്യു ടി സാമുവേൽ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി അകമരിച്ച നന്ദിയെ രേഖപ്പെടുത്തുന്നു. അനവധി പേരുകൾ ഇന്ന് രാത്രിയും ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് വടശ്ശേരിക്കരയിൽ നേരെ വർഷമായി പേഴുംപാറ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനുവരിയിലുമുണ്ട് ബഹുമാന്യ കർത്തൃദാസൻ സഹോദരൻ പ്രസംഗിക്കുന്ന പാസ്റ്റർ റജിപാസ് ഇന്ന് രാത്രി യോഗത്തിലായിരിക്കുന്നു. അതുപോലെ അനേക കുഞ്ഞുങ്ങൾ ഇതിനകത്തായിരിക്കുന്നു. എല്ലാവരുടെയും പേരുകൾ ബാക്കിയുടെ അടുത്ത ദിവസം പറയാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഘടനയ്ക്കോ മതത്തിനോ മറ്റ് വ്യക്തികൾക്കോ അതീതമായി അന്ത്യകാലത്ത് സംഭവിക്കുന്ന ചില ദൂതുകൾ മാത്രമാണ് ഈ രാത്രിയും പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ രാത്രി നമ്മളുടെ പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ലൈവ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അതവനത് രാജ്യങ്ങളിലേക്ക് അത് ചെല്ലുവാനിടെ ഇന്ന് പ്രഭാതത്തിൽ UK നിന്നും അയർലൻഡിൽ നിന്നും അപ്പോൾ തന്നെ ടെക്സാസിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നുമൊക്കെ അനേകം പേർ എൻ്റെ മൊബൈലിലോട്ട് മെസ്സേജ് അയച്ചു, പാസ്റ്റർ പെട്ടെന്ന് തീർന്നു പോയി, ആ ചർച്ചക്കൂട്ടിൽ ദൈവദാസന്മാരോട് ഇച്ചിരി സമയം കൂടെ കൂട്ടിത്തരാൻ പറയണം, ഇവിടെ AC ആളൊക്കെ നല്ല സൗകര്യമാണെന്ന് പറഞ്ഞു. സ്വോത്രം. ഞാൻ പറഞ്ഞു, അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു, മെസ്സേജ് തന്നെ തിരിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളായി ഇവർക്കെല്ലാം ജോലിക്ക് പോകേണ്ടതും കാര്യങ്ങളുമാണ്, പെട്ടെന്ന് തീർന്നു, അതുകൊണ്ട് അവർക്ക് വളരെ ദുഃഖമായിപ്പോയെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്ത മീഡിയയിൽ കൂടി ലോകരാജ്യങ്ങൾ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കേരളത്തിൻ്റെ പാറശാല മുതൽ അപ്പുറത്ത് കന്യാകുമാരിയും ചെന്നൈയിലും എല്ലാ സ്ഥലങ്ങളും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാസർഗോഡ് വരെയും ഒരുപാട് ദൈവ കുടുംബങ്ങളിൽ പോയി താമസിക്കുകയും ആഹാരവും വെള്ളവും വെള്ളമൊക്കെ അനത്തി തന്ന അനേക കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ വന്നിട്ട് ആരെയും ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലെന്ന് അവരും ഓർക്കരുത്. ദൈവത്തെ ഓർത്ത് എനിക്ക് എല്ലാവരുടെയും പേരോ നമ്പരോ ഒന്നുമില്ല, അതുകൊണ്ട് വിഷമിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അധിക ദിവസവും 5-6 ദിവസമായി യോഗം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവനാമത്തിൽ ഒത്തിരി പേരെ പരിചയമുള്ള കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. നിങ്ങളെല്ലാം ഓർക്കുന്നു. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ അവഗണിച്ചെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. പേര് പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, സമയത്തിൻ്റെ ദൗർബല്യത കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളോടും ചേർന്നുള്ള ഒരു കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി വ്യത്യസ്ത മേഖലകളിൽ ഞാൻ പ്രസംഗിക്കുന്ന വ്യക്തിയെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർത്തോമാ സഭയുടെ കൺവെൻഷനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തന്നെ CSIയുടെ മിക്കവാറും ഈ വർഷത്തെ കോട്ടയം, ഇടുക്കി എല്ലാം CSI കൺവെൻഷൻ ഉണ്ട്. സെൻറ്റ് പോൾസ് മിഷൻ പാത്രിക്കീസിനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ അടുത്ത ദിവസങ്ങൾ വരുന്ന കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് കൺവെൻഷനിലും തൃശ്ശൂരിൽ അടുത്ത ദിനങ്ങളിൽ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് വളരെ ദൈവികമായി ഒരു വിഭാഗത്തിനും ഒരു മുറിവേൽക്കാത്ത രീതിയിൽ അന്ത്യകാലത്തിൻ്റെ വചനമായിരിക്കും പറയുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ റോമാലേഖനത്തിലെ 13 ഒരു വാക്യം എടുത്തുകൊണ്ട്, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി രാത്രി കഴിവാറായി പകലെടുത്തു, നീതി സൂര്യൻ വെളിപ്പെടുമെന്ന സമയത്തെപ്പറ്റി തൊട്ട് കാണിച്ചുകൊണ്ട്, ദ വൺ വേ വേൾഡ് മിലിറ്ററി പെർഫോമിംഗ് ദ വേൾഡ് എവറി കൺട്രി ദാറ്റ് മിലിറ്ററി ഈസ് ഗോയിങ്. അതിന് നിതാന്തമായി വളരെ വ്യക്തമായി നിങ്ങളോട് ദാനിയേൽ പ്രവചനത്തിൽ കൂടി സംസാരിക്കുകയും യേശു തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം കുറിവാക്യമായി വായിച്ചുകൊണ്ട്, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക ഈ തലമുറയിൽ വരുമെന്ന് നിങ്ങളുടെ മീഡിയയിൽ കണ്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ അവസാനിപ്പിച്ചു. ഇന്ന് രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് രാത്രി 5-6 കാര്യങ്ങൾ പ്രസംഗിക്കും, കൃത്യസമയത്ത് അവസാനിപ്പിക്കും. സഭയെടുക്കപ്പെട്ടാൽ എതിർക്രിസ്തുവിൻ്റെയിൽ കിട്ടാൻ പോകുന്ന തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, അത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആറ്റമിക് വെപ്പണിൻ്റെ വൈബ്രേഷൻ, അതിനുശേഷം ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന രക്തമഴ. നമ്പർ 4 സോഷ്യൽ സെക്യൂരിറ്റി. നമ്പർ കം ടു ദ വേൾഡ് UID. നമ്പർ 5 ആഫ്റ്റർ ആധാർ, ആഫ്റ്റർ എമിറേറ്റ്സ് ID, നൗ ഗോയിങ് വെയർ.
അതിനുശേഷം അവസാനമായി മധ്യാകാശത്തിൽ നമുക്കൊരു വീടുണ്ടെന്നുള്ള വാക്യത്തോടു കൂടി ഇന്ന് രാത്രി ദൈവവചനം പ്രതിപാദിക്കും. ശ്രദ്ധയോടെ ദൈവമക്കൾ ഇരിക്കണം. സ്പീഡ് കൂടുന്നതല്ല, സമയത്തിൻ്റെ ദൗർബല്യം കൊണ്ടാണ് കൂടുന്നത്. ഇന്ന് കുറച്ചുകൂടെ ലളിതമാക്കി പറയാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. കൃത്യസമയത്ത് അവസാനിപ്പിക്കും. ശ്രദ്ധയോടെ കഴിഞ്ഞ രാത്രി ഞാൻ തൊട്ടുവച്ചു. ഇന്ന് രാത്രി നിങ്ങൾ ഷാർജയിൽ യൂണിയൻ ചർച്ചിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തിരുവഴുത്തിൽ എഴുതിയ മുൻകാല പ്രവചനങ്ങൾ, ഭാവികാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഏകദേശം 65ഓളം സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട തലമുറയാ. അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അലർട്ട് ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഷാർജയിലോ ദുബൈയിലോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിനകത്ത് സന്ദേശങ്ങൾ ലഭിക്കുന്നത് പോലെ അലർട്ടുകളെപ്പറ്റി തൊട്ടുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. 5 കാര്യങ്ങൾ തൊട്ടുവെച്ച് ബൈബിളിലേക്ക് കടക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഒന്നാമത്തെ സംഭവം, 2017 ഡിസംബർ മാസം 30 ഒരു പെൺകുട്ടി സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ IITയിൽ വന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ദാറ്റ് മീൻസ് റോബോട്ട് സ്പീക്കിംഗ്, അഥവാ കമ്പ്യൂട്ടർ സംസാരിച്ചു തുടങ്ങി. സോഫിയ മാത്രമല്ല, നീരയും റാഡയും മിത്രയും എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു. ഒരു 3 വർഷം കൂടെ പോയാൽ ഷാർജയിലെ പല ഹോട്ടലുകൾ, പല ഓഫീസുകളിലെല്ലാം സോഫ്റ്റ്വെയർ ടെക്നോളജിക്ക് വേണ്ടി റോബോട്ടുകൾ വരുന്നു. 2021 കേരളം കാത്തിരിക്കുന്നു. മലയാള മനോരമയും ഏഷ്യാനെറ്റും അപ്പോൾ തന്നെ മാതൃഭൂമിയിലും വിനു വി ജോണ്, സ്മൃതി പരുത്തിക്കാടും വേണുഗോപാലെല്ലാം കർവാപ്പസി റോബോട്ടിൻ്റെ തുണ്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വാർത്ത വായിക്കുന്ന കാലം. ഇതൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ കാരാഗ്രഹമായി കടന്ന കാലത്ത് യോഹന്നാൻ എഴുതി വെച്ചൊരു പ്രവചനത്തിൻ്റെ നിവർത്തി മലയാളികളും ലോകവും കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റും കണ്ടതാ. വിശുദ്ധ വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. കം ടു ദ വേൾഡ്, ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു. AI അത്രയും നിർണായകമായി ലോകമെത്തിയിരിക്കുന്നു. നമ്പർ 1. നമ്പർ 2, ഒരു കാലത്ത് ഷാർജയുടെ തെരുവീതികളിലൊന്നും വലിയ ട്രാഫിക്കൊന്നുമില്ല. പണ്ട് വൈകിട്ട് ഒരു 12 മണി 10 മണി 11 മണിയാകുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിലും അനവധി വാഹനങ്ങൾ, ഒത്തിരി ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി 2017 ഡിസംബർ 15 ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഷിൻസോ ആബെ, they will put it a late stone in Mumbai to Ahmedabad, 560 kilometer far distance, running time 2 hours. The train is named as bullet train, Duronto Express. ഇവിടെ ഗൾഫ് മേഖലയിൽ വരുന്നത് പോലെ മെട്രോ റെയിൽ പോലെ അന്ത്യകാലത്ത് ബുള്ളറ്റ് ട്രെയിൻ തീർന്നില്ല. ആകാശത്തിൽ റൺവേയിലേക്കാൾ അധികം വിമാനങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എയർലൈനുകളെ കാണുന്നു. ആകാശത്തിൽ വിമാനത്തിൻ്റെ ഇരമ്പൽ, റൺവേയിൽ ട്രെയിനുകളുടെ ഇരമ്പൽ, റോഡിനകത്ത് വാഹനങ്ങളുടെ പ്രളയം തീർന്നില്ല. അതിന് നിതാന്തമായി കേരളത്തിൽ പോലും ഇന്ന് നല്ല ബസ്സുകൾ ഓടുന്നു. മിന്നൽ ബസ്. ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് അന്ത്യകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നഹൂം പ്രവചനം 2:4 രഥങ്ങൾ തെരുക്കളിൽ ചടിചടി ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ പായുന്നു, മിന്നൽ പോലെ കുതിക്കുന്നു. അന്ത്യകാലം വീതിയോടുള്ള ബന്ധത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പൊതുനിരത്തുകൾ നിറയുന്ന ഒരു കാലം ലോകത്തിൽ. മൂന്നാമത്തെ സംഭവം, ഇന്ന് രാത്രി യൂണിയൻ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കാതെ സുന്ദരമായി ജീവിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ടെക്നോളജിയുടെ പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും നല്ല മെഡിക്കൽ സയൻസ് വിഭാഗം ക്ലേവ്ലാൻഡ് മെഡിക്കൽ സെൻറ്റർ. ഇന്ത്യയിലെ മിസ് സോണിയ ജി, മുൻ കേരളത്തിൻ്റെ സ്പീക്കർ ജി കാർത്തികേയൻ, ഇവരെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ മെഡിക്കൽ സെൻ്റർ ആയിരുന്നു ക്ലേവ്ലാൻഡ്. അവരിപ്പോൾ പറയുന്നത് 80 വയസ്സുള്ളൊരു വ്യക്തിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ $7 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ 40 വർഷം ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ അവർ കൊടുക്കാൻ പോകുന്നു. പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. നേഴ്സസ് അധികമുള്ളത്. ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഒരുപക്ഷെ 5.5 ലിറ്റർ കണ്ടേക്കാം, ഒരു സഹോദരിയുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തം കണ്ടേക്കാം. ആ രക്തത്തെ മാറ്റി പുതിയ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് 40 വർഷം ശരീരത്തിൻ്റെ ഓർഗൻസിനെ നല്ലതുപോലെ സ്ട്രിങ് ചെയ്ത് നിർത്താൻ കഴിവുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ വിത്ത് $7 lakhs. അതിൻ്റെ പ്രോസസ്സിങ്. കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, 80കാരൻ ഒരു പിതാവിനെ നമ്മൾ അവിടെ എത്തിച്ച് ഈ പ്രോസസ്സ് ചെയ്താൽ ഒരു 40 വർഷം കൂടെ ജീവിക്കാം. ദെൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സ്പെയർ പാർട്സ് മാറ്റുന്നത് പോലോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഓയിൽ മാറ്റുന്നത് പോലെ വീണ്ടും ലൈവായി ഇത് ചെയ്താൽ മനുഷ്യൻ മരിക്കാത്ത ഒരു കാലം ഇവിടെ വരുന്നു. വിശുദ്ധ തിരുവചനം, നിങ്ങളുടെ തിരുവെഴുത്ത് കരങ്ങളിൽ മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൈകളിൽ ഈ മെഡിക്കൽ സയൻസ് കടന്നു പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല.
കാലം തീരാറായി, വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി. നാലാമത്തെ സംഭവം 1969 ജൂലൈ മാസം 20 നെയിൽ ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ഇന്നേ 50 കൊല്ലങ്ങൾക്ക് പിറകിൽ സുന്ദരമായി ചന്ദ്രനിലെത്തി. സങ്കീർത്തനം 19 പാടി ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ കാലഘട്ടത്തിൽ പഴയ കാലത്ത് മനുഷ്യ ഇത്രയും വിജ്ഞാനമില്ലായിരുന്നു. നമ്മുടെ മലയാളികളും പിതാക്കന്മാരും പറഞ്ഞു, ഏതാണ്ട് മലയിലെങ്ങാണ്ട് ചെങ്ങന്നൂർ കോടുകുളഞ്ഞ് മലയിലെങ്ങാണ്ട് പോയി കൊടി ഉയർത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു. കണ്ടില്ലേ, അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് മനുഷ്യൻ പറക്കുന്നു. 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വയിലേക്ക് പറക്കാൻ പോകുന്നു. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, പേരിട്ട് കഴിഞ്ഞു മാർസ് 1. അതിന് നിതാന്തമായി പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും, മലയാളികൾ തിരുവനന്തപുരക്കാരൻ പൂജപ്പുര സ്വദേശി രാകേഷും പറക്കാൻ പോകുന്നു. 2035 SU തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ഇന്ത്യ നിതാന്തമായി ഈ ദിവസങ്ങളിൽ ചന്ദ്രയാൻ ദൗത്യം എടുത്തതല്ല, നിങ്ങൾ കണ്ടില്ലേ? വിക്രം ലാൻഡറിൻ്റെ ഒരു വിഷയത്തിനകത്തെങ്കിലും കമ്പ്യൂട്ടറിനകത്തൂടെ ഇപ്പോഴും ചിത്രങ്ങൾ കിട്ടുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുവാൻ നോക്കുന്നു. ബൈബിളിൽ ഉണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കുടിയേറും, കൂടുവെക്കും? ഉപദ്യാവിൻ്റെ പ്രവചനം 4. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് വാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര. 5ാമത്തെ ഒറ്റ സംഭവം പറഞ്ഞു വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടെ മിഡിൽ ഈസ്റ്റിലുള്ള കുഞ്ഞുങ്ങൾ കാണാം, റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. യുണൈറ്റഡ് നേഷൻസിനോട് ബാൻ കി മൂൺ ഇരുന്ന കാലം തൊട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ഒരു കാരണവശാലും ആഫ്രിക്കയിലെ കലാപത്തിനോ മറ്റൊരു രാജ്യത്തെ സംരക്ഷണത്തിനോ വേണ്ടി ഞങ്ങൾ ഒരെണ്ണത്തിനും തരത്തില്ല. ISROയുടെ ഒരു ഉപഗ്രഹം ആകാശമണ്ഡലങ്ങളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെലിവിഷനിൽ കാണാൻ ശാസ്ത്രജ്ഞന്മാരിലായിരുന്നു കൗണ്ട് ഡൗൺ ചെയ്യും. 0 1 1 1 2 ലാസ്റ്റ് 00 അടിക്കുമ്പോഴാണ് അതിൻ്റെ ഫ്യൂവൽ കത്തിപ്പോകുന്നത് പോലെ ഇന്ന് റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. നിതാന്തമായി സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ രാജാവ് വരെ റഷ്യയിലെത്തിയ ഒരു കാഴ്ച നിങ്ങളുടെ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നത് നിങ്ങളുടെ പത്രത്തിൽ കൂടി കണ്ടു കഴിഞ്ഞു. ഇതൊരു അന്ത്യകാലത്തിൻ്റെ നിവർത്തിയ വരാൻ പോകുന്നു 3rd വേൾഡ് വാർ. അതിന് നിതാന്തമായി റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. എഗസ്കേൽ 38 നിവർത്തിയ റഷ്യയുടെ 4 crore റെജിമെന്റ്. എഗസ്കേൽ 38. ഇസ്രായേലി, നീ ഒരുങ്ങിക്കൊള്ളുക, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഒരു സൈന്യം നിനക്ക് മേധാവിയായി തീരുമെങ്കിൽ ഈ കൗണ്ട് ഡൗൺ നിങ്ങളുടെ കണ്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യദിനങ്ങളിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ഘടികാരത്തിൽ ചക്രങ്ങൾ കറങ്ങുന്നത് പോലെ ദിവസങ്ങൾ അതിൻ്റെ അന്തിമ ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ മീഡിയയിൽ പത്രദ്വാര ഈ വാർത്തകൾ കാണുമ്പോൾ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ വൈകിട്ട് 6:30 വാഗാ അതിർത്തിയിൽ വെച്ച് 2 രാജ്യത്തിൻ്റെ സൈനിക കമാൻഡർമാർ പതാക താഴ്ത്തി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെ ഒരു യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് 2 രാജ്യങ്ങൾ പതാക താഴ്ത്തി കെട്ടി അവരവരുടെ കോൺസുലേറ്റുമാരെ അവരുടെ പ്രിയപ്പെട്ടവരെ മടക്കി വിളിക്കുന്നത് പോലെ ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. ഈ തലമുറയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കോൺസുലേറ്റ് അംഗങ്ങളെ രാജ്യങ്ങൾ മാടി വിളിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ തിരുവെഴുത്ത് 3-ാമത്തെ വാക്യം. ദ റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വായിക്കാം വിശുദ്ധ വെളിപ്പാട് 1:3. വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അടുത്തത് ഇന്ന് രാത്രി CGM ഫെലോഷിപ്പ് ടൈം ഈസ് കം നൗ. സമയം അടുത്തിരിക്കുന്നു. കടക്കാം ദൈവസന്നിധിയിൽ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവം എത്രത്തോളം കുഞ്ഞുങ്ങളെ കൂട്ടി വരുത്തിയ ദയക്കായി നമുക്ക് തിരുമേനിയെ വാഴ്ത്താം. കുഞ്ഞെ, ഇന്ന് രാത്രി 2017 കണ്ടവർ 2018 കണ്ടില്ല, 18 കണ്ടവർ 19 കണ്ടില്ല, 19 ജനുവരി കണ്ടവർ ഈ ഒക്ടോബർ മാസം കാണുവാൻ ഇട വന്നില്ല. ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. റാന്നി വടശ്ശേരിക്കരയിൽ നിന്നൊരു കുടുംബം, ശ്രദ്ധയോടെ ഇരിക്കണമേ, അവരുടെ ഭർത്താക്കന്മാർ ഇതേ ഗൾഫിലായിരുന്നു. 2 പെൺകുട്ടികൾ 36 വയസ്സ്, 3 കുഞ്ഞുങ്ങൾ, കാർ ഓടിക്കുന്ന 21 വയസ്സുള്ള ഒരു മോൻ.
ഇവർ തിരുവനന്തപുരം ചാക്ക കരിക്കകം ക്ഷേത്രത്തിനകത്ത് വന്നു. പ്രഭാതത്തിൽ അവർ ദർശനം നടത്തി. ഏകദേശം 11 മണി വരെ ഇത്യാദി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പ്രസാദവും വാങ്ങി മടങ്ങി. 12 മണിക്ക് ഹൈവേയിൽ പോത്തൻകോട് വഴി നേരെ എത്തി വെഞ്ഞാറമൂട്ടിൽ സുന്ദരമായ ഒരു ആഹാരശാലയിൽ ഭക്ഷണം കഴിച്ചു. മക്കളെ അവിടുന്ന് 12:30 വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആയൂർ അകത്തെ മുറി എന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ഹൈണ്ടായി ഇടിച്ചു കയറി. പട്ടാപ്പകൽ ഞാൻ കണ്ടത് 6 പേരുടെ ഡെഡ് ബോഡി റോഡിനകത്ത് ചിതറിക്കിടക്കുന്നു. 21 വയസ്സുള്ള കാർ ഓടിച്ച മകൻ, 36 വയസ്സുള്ള 2 സഹോദരിമാർ, 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ശരീരം ചിതറിക്കിടക്കുന്നു. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറുമായിട്ടൊന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാ, പാസ്റ്ററെ കിട്ടിയതെല്ലാം ഞങ്ങൾ നുള്ളിപ്പറക്കി ടോയിൻ വണ്ട് കെട്ടിക്കൊടുത്തു. പിറ്റേന്ന് രാവിലെ വടശ്ശേരിക്കൽ എത്തിയ 6 ഡെഡ് ബോഡികളാണ് ഒരേ കുടുംബത്തിനകത്ത്. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് ഒരു ഡെഡ് ബോഡി വരാതിരുന്നത്, മനോരമയുടെ ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് നിന്റെ സുന്ദരമായ മുഖം കാണാതിരുന്നത്, റോഡിനകത്ത് ഇലക്ട്രിക് പോസ്റ്റിനകത്ത് ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് പ്രസന്നമായ ഒരു മുഖം നിന്റെ കാണാതിരുന്നത്, ഒരു ക്യാൻസർ നിന്റെ ശരീരത്തിൽ ആഞ്ഞടിക്കാതിരുന്നത്, ഒരു കീമോതെറാപ്പിയുടെ യൂണിറ്റിനകത്ത് നീ വീഴാതിരുന്നത്, അൾട്രാസൗണ്ടിൻ്റെ റേഡിയേഷൻ്റെ എഫക്റ്റ് കൊബാൾട്ടായി നിന്റെ ശരീരത്തിൽ പതിക്കാതിരുന്നത്, ഒരു ഡോക്ടറുടെ കത്തി നിന്റെ ശരീരത്തിൽ വീഴാതിരുന്നത്, ഒരു സിസ്റ്ററുടെ കാനിലയുടെ കരം നിന്റെ വെയിനകത്ത് ഇറങ്ങാതിരുന്നത്, ഇന്ന് രാത്രി നീ കഴിച്ച ആഹാരത്തിൻ്റെ മഹത്വമല്ല, നീ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ബലമല്ല, നിന്നെ കാത്ത വീടിൻ്റെ മഹത്വമല്ല, ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെങ്കിൽ ഇന്ന് രാത്രി ആ കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. 2019 കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വൻ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കരുണ കാണിച്ചെന്ന് പറയുന്ന ദൈവജനം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം, വീരൻ ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി നിന്റെ പരാജയത്തിനല്ല, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ ഉയർത്തുക. ഇന്ന് രാത്രി ശക്തനായ കർത്താവ് നമ്മുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ നാം ദൈവത്തെ വാഴ്ത്താം. താങ്ക് യു ലോർഡ്. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി തിരുപ്പാദ പീഠത്തിൽ വന്നിരിക്കുന്നു. വിശ്വസ്തനായ ദൈവം ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി അത്ഭുതത്തിൻ്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറണമേ കർത്താവ്. കാൽവറിയിലെ മുറിഞ്ഞ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് രണ്ടാമത് രാത്രി വെളിപ്പെടണം. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നുവെങ്കിൽ, അത് വാൻപേടകളെ പ്രസവിക്കുമാറാക്കുമെങ്കിൽ, പെരുവെള്ളത്തിന് മീതെ ആ ശബ്ദം മുഴങ്ങിയ ഇല്ല ഇന്ന് രാത്രി കാദേശ് മരുഭൂവിനെ നടുക്കിയ ശബ്ദം, ഞങ്ങളുടെ CGM-ൻ്റെ രണ്ടാമത് രാത്രിയിൽ ആ ശബ്ദം മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി പരാജയത്തിൻ്റെ കെട്ടുകളെ മാറ്റുക, പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളെ തകർക്കുക, സാമുദായിക അന്ധകാരങ്ങളെ തകർത്തുകൊണ്ട് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പ. ഈ കൺവെൻഷൻ മുഖാന്തരമാകണം ലൈവിൽ കാണുന്ന വേൾഡിൽ മുഴുവൻ വിശ്വസിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ നിത്യരാജ്യത്തിൻ്റെ വചനം കേട്ട് ഇന്ന് രാത്രി സ്വർഗീയ പർദീസയിലേക്ക് കടക്കുക. ഈ യോഗത്തെ തിരുക്കരങ്ങളിൽ തരുന്നു. സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചെന്ന് രാത്രി ജയമെടുക്കുന്ന കർത്താവ്, ഇന്ന് രാത്രി അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുന്ന രാത്രിയായി മാറണം. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഒന്നും ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം ഇതിനകത്ത് ഉയരണം കർത്താവേ. വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. ഒരാവശ്യഭാരത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം പിടിപ്പിക്കപ്പെടണം. ശബ്ദവും വെളിച്ചവും എല്ലാം ദൈവം കാക്കണം. മീഡിയ കവർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും ആദ്യോടെന്താ സ്വർഗം കാക്കും. ഇന്ന് രാത്രി വിടുതലോടെ മടക്കിയേക്കും. സകല മഹത്വപ്പച്ചന് കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. കഴിഞ്ഞ രാത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ 39 27 പുസ്തകങ്ങളുടെ ശ്രേണിയിൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിൻ്റെ ഏടുകളും അപ്പോസ്തല പ്രവൃത്തി ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തിയ സഭയുടെ ചരിത്രവും റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകളെ അക്കമിട്ട് പരിശുദ്ധാത്മാവ് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയുള്ള ലേഖനത്തിൻ്റെ പരമ്പരകളിൽ പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്ത്
ചെയ്തിരിക്കുന്ന ലേഖനത്തിൻ്റെ പരമ്പര യോഗം അവസാനിക്കുന്നതിൻ്റെ നിവർത്തിയായി ലേഖനത്തിൻ്റെ പരമ്പരയുടെ അവസാന നിമിഷങ്ങളിലേക്ക് യൂദ കരം വെക്കുമ്പോൾ വിശ്വസ്തയോടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, ഭക്തിയോടെ ജീവിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി നാഥൻ മടങ്ങി വരും. അവിടം വരെ ഉപദേശിച്ച് പ്രസംഗിക്കുക. അപ്പുറത്തോട്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്, ഭക്തി കെട്ട് സ്വന്തം ഭവങ്ങൾക്ക് ജഡത്തിൻ്റെ രാഗമുഖത്തോടെ പ്രപഞ്ചത്തിൻ്റെ ഇംഗിതങ്ങളെ വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ഏകനായി ന്യായാധിപതിയായി അവൻ വെളിപ്പെടും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു അന്ത്യകാലമായിട്ട് വീണ്ടും യൂദ എഴുതിയിട്ടുണ്ട്, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കപറ്റ ആനന്ദപൂർണ്ണതയോടെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ യോഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഉള്ളം തുറന്ന് പറയും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സ്വോത്രം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പത്മോസിൻ്റെ കാരാഗ്രഹത്തിനകത്ത് യോഹന്നാൻ കൊടുത്ത വെളിപ്പാട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ നാഥൻ വരും. സ്വോത്രം. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് 1-2 കാര്യങ്ങൾ തൊട്ട് വെച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കും. AD 30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. ശ്രദ്ധയോടെ ദൈവവചനത്തിലേക്ക് വരാം. സകല പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കണ്ടില്ലേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് യേശു മൊഴിമുത്തുകൾ ഇങ്ങനെ ചൊല്ലുന്നു, സകല വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, പരമയാഗമായി. ഒരിക്കൽ കൂടി ഗ്രീക്ക് മൂല ഭാഷയിലേക്ക് കടന്നാൽ നിവർത്തിയായി, ടെറ്റലസ്റ്റായി. ഇനി പുണ്യമായ കാര്യങ്ങളോ നല്ല യോഗ്യമായ കാര്യങ്ങളോ കർമ്മങ്ങളോ കർമ്മകാണ്ഡാദികളോ ഇതിനപ്പുറത്ത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ രക്തം പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെങ്കിൽ ആ യാഗം കാൽവറിയിൽ ദർശിക്കുന്നു. അപ്പം കണ്ടവരും അത്ഭുതം കണ്ടവരും തീർന്നില്ല. ഇഷ്ടം പോലെ കടഭാരം രോഗശാന്തി മാറിയവരൊന്നും അവിടെ ഇല്ല. യേശുവിൻ്റെ അമ്മ മറിയും അപ്പോസ്തലനായ യോഹന്നാനെ അവിടെ അക്കമിട്ട് പ്രതിപാദിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഏടുകൾ പ്രാണനെ വിടുന്നതിന് മുമ്പ് വിരൂപകമാക്കപ്പെട്ട ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് കരയുന്ന മാതാവിൻ്റെ മുഖത്ത് നോക്കി യോഹന്നാനിലേക്ക് ഒരു കണ്ണ് വായിച്ചുകൊണ്ട് യേശു പറയുന്നു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. തൊട്ടുപിറകെ അവസാന മൊഴിമുത്തുകളായ യോഹന്നാനോട് വീണ്ടും ചൊല്ലുകയാം, ഇതാ നിൻ്റെ അമ്മ ശിക്ഷയം. അതോടുകൂടി കാൽവറിയിലെ പരമയാഗം AD 30 പൂർത്തിയാകുന്നു. AD 30 ശേഷം ക്രൈസ്തവ ഗോളത്തിന് അപ്പോസ്തലന്മാർക്ക് ഏറ്റവും ക്രൂരമായൊരു പീഡയുടെ കാലമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത്. 30 ശേഷമുള്ള ക്രൂരമായ പീഡനയിൽ സ്തേഫാനോസ് തീർന്നില്ല. പൗലോസ്ലീഗ ഓസ്ട്രിയയിലെ ചന്തയിൽ വെച്ച് കഴുത്ത് വെട്ടിമാറ്റപ്പെടുക. തൊട്ടങ്ങോട്ട് പത്രോസ്, യാക്കോബ് ഇവരെല്ലാം ക്രൂരമായ ക്രോമിൻ്റെ ശിക്ഷാവധിയിൽ അകപ്പെടുന്നു. AD 64 നിർണായകമായൊരു സംഭവമുണ്ടായി. അപ്പോസ്തലനായ യോഹന്നാന് ഒരു സ്ഥലമാറ്റം ലഭിച്ചു. അതാ എഫസോസിലേക്ക് അവൻ മാറി. ഇന്നത്തെ തുർക്കിയിലെ ഏഷ്യ മൈനറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി എഫസോസിനെ ചൂണ്ടിക്കാണിക്കുന്നു. അവിടേക്ക് അവൻ മാറ്റപ്പെട്ടു. ഏറെ നാളുകൾ റോമിൻ്റെ ചരിത്രത്തിൽ കിരാതമായ കാലമാണ്. അതിലൊന്ന് വെസ്പേഷ്യൻ എന്ന് പറയുന്നത്. തീർന്നില്ല. അതിന് മുൻപേ നീറോ, ഏറ്റവും കൂടുതൽ ദൈവമക്കളെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയാണ് നീറോ. അവൻ്റെ മാതാവിനെയും സഹോദരനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന റോമിൻ്റെ ചരിത്രത്തിൽ നീറോ. തീർന്നില്ല. റോമാ നഗരം കത്തിയെരിയുമ്പോൾ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിന്നത്തതിൽ അജണ്ട തയ്യാറാക്കി ക്രിസ്ത്യാനികൾ തീവെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ഗോളത്തെ ഉന്മൂലനം ചെയ്യാൻ വന്ന ചക്രവർത്തിമാർ വെസ്പേഷ്യൻ, നീറോ, ടൈറ്റസ്. AD 80 ശേഷം വരുന്നത് ഡൊമീഷ്യൻ. ആ കാലഘട്ടത്തിലാണ് യോഹന്നാനെ നാട് കടത്തുന്നത് പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക്. അങ്ങനെയെങ്കിൽ ആ യോഹന്നാൻ്റെ പ്രത്യേകതകളിൽ 3 കാര്യം നിങ്ങളോട് തൊട്ടുവെച്ചുകൊണ്ട് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കാം. അതിലൊന്ന്, സുവിശേഷത്തിൻ്റെ പരമ്പരകളിൽ അവനെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തു. കണ്ടു യോഹന്നാൻ്റെ സുവിശേഷം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കടന്നു പോകുന്ന കുഞ്ഞാടിനെ പറ്റി അക്കമിട്ട് കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തി. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ യോഹന്നാനോന് ഉയർത്തി കാണിക്കുവാൻ കൃപ ലഭിച്ചു. 2, ലേഖനങ്ങളുടെ പരമ്പര ദൈവസഭയോടും ദൈവമക്കളോട് അടിസ്ഥാനത്തിൻ്റെ ഉപദേശത്തിൽ കടന്നു പോകുന്ന ദൈവജനങ്ങൾക്കുള്ള മുന്നറിയിപ്പായി 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ അക്കമിട്ട് രേഖപ്പെടുത്തി ഉപദേശം. തീർന്നില്ല. വിശുദ്ധ തിരുവചനത്തിലെ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമായ വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതുവാനും യോഹന്നാന് സ്വർഗത്തിലെ ദൈവം കൃപ കൊടുത്തു. പൗലോസ്ലീഗ ധന്യം ചൊല്ലി 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതാൻ മാറ്റപ്പെട്ടു. തീർന്നില്ല. ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി, സഭയുടെ ചരിത്രം എഴുതി. ഇവരാരും ഈ 3 ഭാഗങ്ങളിൽ കരം വെക്കുവാൻ ഇട ലഭിച്ചില്ല. ഇന്ന് രാത്രി CGMFൻ്റെ ജനറൽ കൺവെൻഷനകത്ത് അപ്പോസ്തലനായ യോഹന്നാനെ ഇതിൻ്റെ നടുവിലൊന്ന് കൊണ്ടു നിർത്തി ചോദിക്കണം, കുഞ്ഞ്, സുവിശേഷത്തിൻ്റെ ഏടുകൾ കരങ്ങളിൽ ചലിപ്പിക്കും
ലഭിക്കുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു? ഉപദേശത്തിൻ്റെ ഏടുകൾ നിന്റെ കരങ്ങളിൽ തരുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു? അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ദൈവീക ന്യായവിധിയുടെ മർമ്മങ്ങൾ രചിക്കുവാൻ നിനക്ക് എങ്ങനെ കൃപ ലഭിച്ചു? അവനോട് ചോദിക്കണം. കുമ്പനാട് ബൈബിൾ കോളേജിൻ്റെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദത്തിൻ്റെ നിറവില കുഞ്ഞ് നിനക്ക് എഴുതുവാൻ ഈ കൃപ ലഭിച്ചത്. അവൻ പറയും, അതൊന്നുമല്ല എൻ്റെ പിൻപിൽ ചലിച്ചത്. കാൽവറിയുടെ ദർശനം എൻ്റെ അകത്ത് കടന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ഏടുകൾ ലഭിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ആ കാൽവറിയിൽ ഹല്ലേലൂയ ഒഴുക്കപ്പെട്ടതിൻ്റെ രക്തത്തിൻ്റെ വില എൻ്റെ അകത്ത് വീണത് കൊണ്ട് ലേഖനത്തിൻ്റെ പരമ്പരകൾ എഴുതുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. പ്രാണത്യാഗം, പിതാവിൻ്റെ സന്ധിയിൽ സമർപ്പണത്തിൻ്റെ ശുശ്രൂഷ, കണ്ണുനീരോടെ കണ്ടവന് സ്വർഗത്തിലെ ദൈവം അന്ത്യകാലത്തിൻ്റെ പ്രവചനം എഴുതുവാൻ കൃപ കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി ആശ്രയം കാൽവറിയുടെ ദർശനത്തിലായ ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാൽവറി ദർശനം കണ്ടവൻ്റെ അകത്ത് ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ തരാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി, അവൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ പരമ്പര തരുക ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി, അവൻ്റെ അകത്ത് പ്രവചനത്തിൻ്റെ ഏടുകൾ തരുക ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. സ്തോത്രം. ശ്രദ്ധയോടെ. നമുക്കധികം ഇഷ്ടപ്പെടുത്തൊന്നുമില്ല സ്തോത്രം. കാര്യം എന്താ? ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും വൻകാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ദൈവദാസന്മാർ പറഞ്ഞാൽ നിങ്ങൾ കസേരയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കൈ അടിക്കും. മക്കളെ, അതൊക്കെ ഇവിടെ തീരും. അങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞൊരു ബോർഡിംഗ് പാസ് ഉണ്ട് സ്തോത്രം. അത് കരസ്ഥമാക്കാതെ ആരും പോകത്തില്ല സ്തോത്രം. AD 64 ശേഷം നടക്കുന്ന പീഡയോടനുബന്ധിച്ച് AD 96 നാട് കടത്തപ്പെട്ട് പത്മോസിൽ ആ ഭാഗം നാളെ എടുക്കുന്നതായിരിക്കും. ഡൊമീഷ്യൻ്റെ ചക്രവർത്തിയുടെ കരങ്ങളാൽ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് അവൻ വീഴുകയാണ്. പത്മോസിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചാൽ, ഗ്രീസിൽ ഏതൻസിൽ നിന്ന് 30 മൈൽ നടന്നാൽ 23 കിലോമീറ്റർ ചുറ്റളവിൽ കടലിൻ്റെ നടുവിൽ കിട്ടുന്ന പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപ പത്മോസ്. ആകാശം മുട്ട കരിമ്പനക്കൂട്ടം, പച്ച മനുഷ്യൻ വരുവാൻ കൊത്തിക്ക് പറിക്കുന്ന പരുന്തുകളുടെ നിറവ്, ഒരു നിർവധിയുമില്ലാതെ പാമ്പുകളുടെ കൂട്ടവും കിടക്കുമ്പോൾ ദൈവദാസൻ ഏകാന്തതയിൽ അവിടെ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു. ആ പുസ്തകം, ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം, നാളെ ആ ഭാഗത്തിലേക്ക് കിടക്കും. 404 22 അധ്യായങ്ങളുമുള്ള അപ്പോക്കാലിപ്സ് മറഞ്ഞിരിക്കുന്ന വരാൻ പോകുന്ന ലോകത്തിൻ്റെ ന്യായവിധിയുടെ രംഗങ്ങൾ മുഴുവൻ അതിനകത്ത്. ഇതിനകത്തൊരു കാര്യമുണ്ട്. അധ്യായം 1 കടക്കണം. അതാ വായിച്ചത്. പത്മോസിൽ കണ്ട ദർശനം, യോഹന്നാനോടുള്ള അരുളപ്പാട് കൃത്യമായി രേഖപ്പെടുത്തി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഏകാന്തതയ്ക്കൊരു പ്രത്യേകതയുണ്ട് ദൈവജനമേ. ഈ പത്മോസിനകത്ത് 10,000 പാഴ്സില്ല, പാടാൻ കുഞ്ഞുങ്ങളുമില്ല, സെൻട്രൽ പാഷമാരുമില്ല, കൊച്ചു പാഷമാരുമില്ല. പക്ഷേ 93 വയസ്സിൽ വാർദ്ധക്യത്തിൻ്റെ ആധിക്യം അവനെ മുൽകുമ്പോൾ ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കരം വിറയ്ക്കുന്ന ദൈവദാസ് മുട്ടുമടക്കി ദൈവസന്ധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ അവന് വേണ്ടി തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി ഏകാന്തതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ്, ഏകാന്തതയുടെ നടുവിലായിരിക്കുന്ന ബ്രദർ, ഇന്ന് രാത്രി നിന്റെ വിചാരങ്ങളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് നീ സ്തുതിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഈശായോട് ദൈവം പറഞ്ഞു, നിന്റെ കുറ്റിയിൽ ഒരു മുള പൊട്ടി പുറപ്പെട്. കണ്ടില്ലേ, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായ ശൗൽ രാജ്യത്വത്തിൽ നിന്ന് പട്ടുപോകുമ്പോൾ സ്വർഗത്തിലെ ദൈവ ശമൂവേലിനെ ആരുടെ വീട്ടിലയച്ചു? ഈശായുടെ വീട്ടിലയച്ചു. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പൂർണ്ണസംഖ്യ 7. എഫേസ്യ ലേഖനം, വെളിപ്പാട് പുസ്തകം 7ൻ്റെ പുസ്തകം പഴയ നിയമത്തിൻ്റെയും 7 നിൽക്കുമ്പോൾ 7 കഴിഞ്ഞ് വരുന്നതെല്ലാം വീട്ടിനും നാട്ടിനും കൊള്ളാത്തതെന്ന് അവർ വിധി എഴുതും. 7 ചെറുപ്പക്കാരെ മുൻപിൽ വെച്ചപ്പോൾ ശമൂവേൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൈലക്കുമ്പോൾ രാജകീയമായ മന്ത്രങ്ങളും ഉരുവിടുവാൻ വന്ന ശമൂവേലോട് സ്വർഗം പറഞ്ഞു, ഇവനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് സംസാരിച്ചത് ഇശയായോട് ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് വേറെ ഏതെങ്കിലും മക്കളുണ്ടോ? ആ സമയത്ത് ഇശയായി പറഞ്ഞത്, ഒരുത്തനുണ്ട്, അവൻ ആധാറിലും പേരില്ല, റേഷൻ കാർഡും ഇല്ല, പാസ്പോർട്ട് ID ഇല്ല, എമിറേറ്റ്സ് ID ഇല്ല. സോദർ എവിടെയാ? അവൻ കാട്ടിനകത്ത് കരമടിച്ചുകൊണ്ടിരിക്കും. സോദർ ആട്ടിന് കാട് കലക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അതാ പറഞ്ഞത്, ഈശയായോട് പറഞ്ഞത്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി ദൈവദാസനെ, ദൈവദാസിയെ, പഠിക്കുന്ന മോനെ മോളെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ, നാട്ടുകാർ നിനക്കെതിരെ പരാതി പറഞ്ഞാൽ, ചേട്ടന്മാർ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, ഓർക്കേണ്ടവർ ഓർക്കാതെ ഇരിക്കുമ്പോൾ, നീ നന്മ ചെയ്തവർ നിനക്കെതിരെ ഹല്ലേലൂയ പദ്ധതി വെക്കുമ്പോൾ, നിന്നെ അറിയുന്ന നല്ലൊരു ദൈവം നീ എവിടെ കടന്നാലും അവിടെ നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആരും അവൻ്റെ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ കാട്ടിനകത്ത് കരമടിച്ച ഒരു ചെറുപ്പക്കാരന് നാട്ടിലെ രാജാവാക്കാൻ ഏകാന്തതയുടെ നടുവ് ദൈവത്തിൻ്റെ ദൂതനെ അയച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. ഏകാന്തതയുടെ നടുവിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം.
സ്വോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അറുത്ത കറ്റ എവിടെങ്കിലും തളിരിട്ടെന്ന് വല്ലവർക്കും അറിയാമോ? സ്വോത്രം. എന്നാൽ ഒരു കറ്റ തളിരിട്ടു, അവൻ്റെ പേരാ യോസഫ്. എത്ര പേര് കാര്യം അറിയാം? സ്വർഗീയ സിംഹാസനമല്ല യോസഫിന് കിട്ടിയത്. ഒന്ന്, അവൻ്റെ പദ്ധതി എവിടെ? പൊട്ടക്കിണറ്റിനകത്ത്. പൊട്ടക്കിണറ്റിൻ്റെ പ്രത്യേകത എന്താ? നാടൻ ഭാഷ പറഞ്ഞാൽ ചേരയെ അടിച്ചു കൊന്നിടും, ചെരുപ്പ് വിടും. സ്വോത്രം. ഒരു റെക്കാർഡില്ല സ്ഥാനത്ത് യോസഫിനെ കിടത്തിയിരിക്കുക. പക്ഷേ ദൈവത്തിന് അവൻ്റെ പിൻപിൽ ഒരു പ്ലാനുണ്ട്. സ്വോത്രം. നീ അവിടെ കിടന്ന് എരിഞ്ഞൊടുങ്ങാനല്ല ദൈവം നിനക്ക് ദർശനം തന്ന് വിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഷാർജയിൽ ആരാധിക്കുന്ന ദൈവദാസനെ, ദൈവ പൈതൽ, നിന്നെ പറ്റി ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് പൊന്നുപോലെ കൊണ്ടുവരുക. ആ കരത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. പൊട്ടക്കിണറ്റിനകത്ത് കൊണ്ടുവന്ന് ഇസ്മായിലെ ചന്തയിൽ കച്ചവടക്കാരുടെ നടുവിൽ ഓരോരോ ഉടുപ്പുകൾ മാറ്റി വാഗ്ദത്തമുള്ളവനെ മാറ്റിക്കളഞ്ഞു. തീർന്നില്ല. അവിടെ നിന്ന് അവൻ വീണത് എവിടെയാണെന്നറിയാമോ? പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനകത്ത് സുന്ദരമായി അമ്മാമയെ സേവിച്ച് അച്ചായനോട് നല്ല വാക്ക് പറഞ്ഞു ആജീവനാന്തം അവിടെ കഴിക്കാം, അവന് കാര്യം ലഭിക്കുക. പക്ഷേ അവൻ്റെ അകത്തേശാത്ത ദൈവത്തിൻ്റെ കൃപയുണ്ടായവൻ മതിൽ ചാടി പുറത്തേക്ക് പോയി വീണത് പട്ടുമത്തയിലല്ല, കാരാഗ്രഹത്തിനകത്ത്. കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ പറുദീസയിൽ നിന്ന് ദൂതന്മാരെ അയക്കുന്നത് പോലെ കൊട്ടാരത്തിൽ നിന്ന് 2 എണ്ണം അവിടെ വന്ന് വീണു. അവരുടെ തലയിൽ കൈവച്ച് ആത്മാവിൽ ദൂത് പറഞ്ഞു. അവരാരും അവനെ ഓർത്തില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, രാജാവിന് ഞാൻ ഉറക്കം കൊടുക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവ്, നിന്നെ അപമാനിച്ചവരുടെ നടുവ്, നീ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തവരുടെ നടുവ്, ആരൊക്കെ നിന്നെ തള്ളിയാൽ യോസഫ്, നിന്റെ പിൻപിൽ എഴുന്നേൽപ്പിച്ച ഒരു കരമുണ്ടെങ്കിൽ കൊട്ടാരത്തിനകത്ത് നിന്നെ കൊണ്ടിരുത്തുവാൻ ഈ കരത്തിന് കഴിയും. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കാരാഗ്രഹത്തിനകത്ത്, ഇരുട്ടറക്കകത്ത് പട്ടിണി കഞ്ഞിയും കുടിച്ച് ഒരുവൻ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ചലിച്ചെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇരുത്തുവാൻ ഒരു കസേര റെഡിയാക്കി കൊടുത്തത്, അവന് വേണ്ടി ഒരു ചെരുപ്പൊരുക്കെങ്കിൽ, ചെയർ ഒരുക്കെങ്കിൽ, ഒരു പട്ടുമെത്ത അവന് വേണ്ടി ഒരുക്കെങ്കിൽ, ഏകാന്തതയുടെ നടുവ് നിന്നെ ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തന. ഇന്ന് രാത്രി ദാവീദിന്റെ ഉയർച്ച ഒരു കരമിറങ്ങി വന്നെങ്കിൽ, യോസഫിന്റെ കണ്ണുനീരിൽ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രി ഏകാന്തതയുടെ നടുവ്, ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ നടുവ് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. കൂരിൽ താഴ്വരെ കൂടി നീ നടന്നു പോയാൽ അതിൻ്റെ നടുവിൽ നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ദർശിക്കുന്നത് അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാദം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. കണ്ട യോഹന്നാൻ മുട്ടുമടക്കി. അവൻ്റെ തലമേലൊരു കരം വെളിപ്പെട്ട് വരിക. ആദ്യൻ, അന്ത്യൻ, ആൽവ, ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് 7 സഭ. മേലാൽ സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക. അതാ നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനം. അധ്യായം 2, 3 7 സഭകൾക്കുള്ള ദൂത്. എഫെസോസ് മുതൽ ലവോദിക്ക. അധ്യായം 4 സഭ എടുക്കപ്പെട്ടാൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ വാട്ട് എവർ ദ ഫ്യൂച്ചർ. ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ മുൻപോട്ട് നടക്കുന്ന 35 സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി 2 സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ തൊട്ടുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കും. 1, സഭ എടുക്കപ്പെട്ടാൽ എതിർ ക്രിസ്തുവിൻ്റെ കിട്ടാൻ പോകുന്നു ആറ്റമിക് വെപ്പൺ. എന്താ ആറ്റമിക് വെപ്പൺ? എവിടെ അത് ആരംഭിച്ചു? വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3, 4 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 3 and 4. വെളിപ്പാട് 6, 3, 4 വാക്യങ്ങൾ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. കുതിര ചുവപ്പ്, ഈവിൾ സ്പിരിറ്റ്, സാത്താന്റെ ശക്തി. അടുത്തത് വായിക്കാം. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അപ്പം മക്കളെ കൊല്ലുന്നു, അച്ഛൻ അമ്മാമയെ കൊല്ലുന്നു, കൂടത്താളിലെ ജോളി ചേച്ചി ബാഗിനകത്ത് സൈനൈഡ് വെച്ച് കൂട്ടത്തോടെ കൊല്ലുന്നു. ഇതെല്ലാം അന്ത്യകാലമാണ്. സ്വോത്രം. അവിടെ ഞാൻ നിൽക്കുന്നില്ല.
അവിടെ തൊടുന്നില്ല. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം ഇപ്പം കുഞ്ഞ് വായിക്കും. അതാണ് നമ്മുടെ ചർച്ച. വായിക്കാൻ കുഞ്ഞ്, അടുത്ത വാക്യം. ഒരു വലിയ വാളും അവന് കിട്ടി. ഒരു വലിയ വാളും അവന് കിട്ടി. ഷാർജ മാർക്കറ്റിൽ പോയി കൊച്ചുപിച്ചാത്തി കൊണ്ടുവന്നല്ല. വാളിൻ്റെ അർത്ഥം, ശ്രദ്ധയോടെ ഇരിക്കണം, ഒരു വലിയ ആണവ വെപ്പൺ, ന്യൂക്ലിയർ റിയാക്ടർ അവൻ്റെ കയ്യിൽ. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്ന് കേൾക്കണം. എന്താ ആണവ റിയാക്ടർ? ശ്രദ്ധയോടെ ഇരിക്കണേ. 1990 സോവിയറ്റ് യൂണിയൻ അങ്ങ് മാറി. പിന്നത്തതിൽ യൂറോപ്യൻ യൂണിയൻ ക്ലിയറായി വന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏകീകരിച്ചു. അവർ പറഞ്ഞതാ, യൂറോപ്പിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരു ഇൻ്റർനാഷണൽ റിയാക്ടർ ഉണ്ടാക്കണം. എനി ടൈം നമുക്ക് വെപ്പൺസ് ലഭിക്കണം. പറയാം, കുമ്പനാട് IPC കൺവെൻഷന് വേണ്ടി പ്രാദേശിക സഭകൾ ഫണ്ട് പിരിക്കും. ഒന്നുകിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മുളക്കൽ കൺവെൻഷന് വേണ്ടി പ്രാദേശിക സഭകൾ അവരുടെ വിഹിതം കൊടുക്കുന്നത് പോലെ യൂറോപ്പുകാർ 2004 കമ്മിറ്റി കൂടി പാസ്സാക്കിയ ഒരെണ്ണമാ. നിങ്ങളുടെ ഗൂഗിളിലും മൊബൈലും അടിച്ചാൽ കിട്ടും. അവൻ്റെ പേരാ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അതാ ബൈബിളിൻ്റെ പ്രവചനം. പത്മോസിൽ യോഹന്നാനോട് പറഞ്ഞു, ഒരു വലിയ വാൾ അവൻ കൊണ്ടുവന്നെന്നല്ല, അവന് കിട്ടി. ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് 2009 കമ്മീഷൻ ചെയ്തു. ഇത് യൂറോപ്പിലുണ്ട്. ഇതാർക്കും അറിയത്തില്ല എവിടെയെന്ന്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഏകലോക പട്ടാളം ഇന്ന് ഗൾഫ് രാജ്യത്തെയോ ഇന്ത്യ ഒന്നും അല്ല അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയും മ്യൂണിക്കും ഫ്രാൻസും ബ്രസൽസും ബൾഗേറിയ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെവിടെയോ ഉണ്ട് യൂറോപ്പിനകത്ത്. പക്ഷേ ഇപ്പോൾ സ്വർഗം അതവൻ്റെ കൈ കൊടുക്കത്തില്ല. സഭയെടുക്കപ്പെട്ടാൽ അതവൻ്റെ കയ്യിൽ കിട്ടും. അതവന് കിട്ടി. പേര് തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതിനെന്താ പ്രത്യേകത എന്ന് പറയണം. ഈ ന്യൂക്ലിയർ വെപ്പണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് 4 പോർമുഖങ്ങളാണ്. പഠിച്ചുകൊണ്ടേ ഇതിനകത്ത് ഇറങ്ങാവൂ. അതുകൊണ്ട് സമാധാനത്തിൽ പറയുന്നത് 4 പോർമുഖങ്ങൾ ഒരേ സമയം. നാടൻ ഭാഷയിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പെരുന്നാളോ തിരുനാളോ നടക്കുമ്പോൾ വലിയൊരു കുട്ടുകം എടുത്തു വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരൻ കുറേ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒന്നുകിൽ പരിപ്പ് വടയോ ഉഴുന്ന് വടയോ ബോണ്ടയോ നെയ്യപ്പോ ഒക്കെ നാടൻ ഭാഷ ചുട്ടെടുക്കുന്ന പോലെ ഈ ആണവൻ റിയാക്ടറിനകത്ത് 4 കാര്യം ഒരേ സമയം നിക്ഷേപിക്കാം. ധാതുലവണങ്ങൾ, തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. സമ്പുഷ്ടീകരണത്തിൻ്റെ ധാതുലവണങ്ങൾ ഇതിനകത്ത് നിക്ഷേപിച്ചാൽ എന്ത് കിട്ടുമെന്നറിയാമോ? ശ്രദ്ധയോടെ ഇരിക്കണം. മിനിറ്റ് കണക്കിന് ഗ്രനേഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇന്നലെ രാത്രി ഇന്ന് ഏകലോക പട്ടാളത്തിന് ഇല്ലാതിരിക്കുന്നത് ആയുധമാണ്. ആ ആയുധം കിട്ടിയാൽ എല്ലാത്തിനെയും അവൻ കശാപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ തൊട്ടടുത്ത്, അവരുടെ പേരാ ഇറാൻ. ഇറാൻ്റെ കയ്യിൽ ഇന്ന് സൂപ്പറായിട്ടൊരു മിസൈൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരാ ഷഹാബ് 3. കേൾക്കണേ കുഞ്ഞുങ്ങളെ, ആരും വിഷമിക്കേണ്ട. ഇന്ന് 2500 മുതൽ 3000 കിലോമീറ്റർ വേഗപരിധിയുള്ള സുന്ദരമായ ബലിസ്റ്റിക് ബോംബിനെയുള്ള മിസൈൽ ഇറാൻ്റെ കയ്യിലുണ്ട്. ഷഹാബ് 3. നിങ്ങൾ പാർക്കുന്ന GCC പശ്ചിമേഷ്യ മുഴുവൻ ഇവൻ്റെ കവറേജിലാണ്. ശ്രദ്ധയോടെ ഇരിക്കണമേ. കഴിഞ്ഞ ദിനങ്ങളിൽ 2013 ഫെബ്രുവരിയിൽ ഒരു നിർണായക സംഭവം നടന്നു. ഇതുണ്ടാക്കിയ സമയത്ത് ഒരു പ്രത്യേക രാഷ്ട്രം, ഞാൻ പേര് പരാമർശിക്കുന്നില്ല, ആ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഭയങ്കര ദുഃഖം. ഇങ്ങനൊരു റേഡിയേഷൻ മിസൈൽ നമ്മുടെ രാജ്യത്തിൽ പകർന്നാൽ, ആ റേഡിയേഷൻ മിസൈൽ ഇവിടെ വീണാൽ 1000കണക്കിന് പേർ റേഡിയേഷൻ കൊണ്ട് മരിക്കും. ആ സമയത്ത് ആ പ്രധാനമന്ത്രി അവരുടെ യോഗത്തെ വിളിച്ചു. സകലരോടും പറഞ്ഞു, ഇതിന് പ്രതിവിധിയായി എന്തെങ്കിലും ഒരു രക്ഷാകവചം ഉണ്ടാക്കണം. ആ രാജ്യം ഇന്നത്തെ ബുദ്ധിജീവികളുടെ ഗണം, ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ നിവർത്തി. ആ നിവർത്തിയായിരിക്കുന്ന രാജ്യം അതിൻ്റെ പ്രധാനമന്ത്രി സൈനിക മേധാവികളെ, സയൻറ്റിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, തൊട്ടടുത്തൊരു രാഷ്ട്രത്തിൽ റേഡിയേഷൻ്റെ നല്ല സുന്ദരമായ ബലിസ്റ്റിക് ഫോർമിനെയുള്ള ഷഹാബ് 3 നമുക്ക് രക്ഷ നേടണം. ഇന്ന് രാത്രി അവർ അതിനു വേണ്ടി നോക്കി. ചെയ്തത്, ആദ്യം അവർ പറഞ്ഞു കോൺക്രീറ്റിനകത്തുള്ള ഒഴിച്ചുമാറ്റൽ പോലെയുള്ള കമ്പാർട്ട്മെൻറ്റ് സ്ഥിരീകരിക്കാം. പക്ഷേ കോൺക്രീറ്റിനകത്ത് കമ്പാർട്ട്മെൻറ്റിൽ എത്ര നാളെ ഇരുത്തും? അതിന് നിതാന്തമായി ഇന്ന് അവരൊരു കാര്യം ചെയ്തു. അവരുടെ കുഞ്ഞുമക്കൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഒരു യൂണിഫോം അവർ കറക്റ്റ് ചെയ്തു. അതിൻ്റെ പേര് ലെഡ്, കറുത്തീയം കൊണ്ടൊരു യൂണിഫോം. നാടൻ ഭാഷയിൽ ഇവിടെയുള്ളൊരു സഹോദരി ഏതെങ്കിലും കറി അടുക്കളയിൽ വെക്കുമ്പോൾ ആ കറിയുടെ ഒരു ചാറ് ശരീരത്ത് ചറിക്കാതിരിക്കാൻ ഏഫ്രൺ വെച്ചതുപോലെ സുന്ദരമായ ഒരു ഏഫ്രൺ അവർ തയ്യാറാക്കി കഴിഞ്ഞു.
ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അവരുടെ ജനസംഖ്യ 8 ദശലക്ഷത്തിലേക്ക് കടക്കുന്നു. ജനിച്ച കുഞ്ഞു മുതൽ സകലർക്കും വേണ്ടി അവർ യൂണിഫോം പ്രിപ്പയർ ചെയ്തു. തീർന്നില്ല, അവർ അവസാനം ചെയ്തത് അവരുടെ മരുഭൂമിയിൽ മരിച്ചവൻ്റെ ഡെഡ് ബോഡി എടുത്തു. ഡെഡ് ബോഡി എടുത്തതിന് ശേഷം ഈ കർത്തീയത്തിൻ്റെ കുപ്പായം പുതപ്പിച്ചു. കർത്തീയത്തിൻ്റെ കുപ്പായം പുതപ്പിച്ചിട്ട് റേഡിയേഷൻ അടിച്ചു നോക്കി. ഒറ്റ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് മരിച്ച ഡെഡ് ബോഡിയിൽ റേഡിയേഷൻ കയറിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ചോദിക്കുക, ഇന്ന് ലോകത്തിൽ നടക്കാൻ പോകുന്നത് ആറ്റമിക് വെപ്പണാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കവറേജ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? സ്വോത്രം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ക്രൂശിക്കുവാൻ യഹൂദന് വേണ്ടി ഒരു യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി. കണക്ക് പറഞ്ഞ് യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കിയും ഉയർത്തെഴുന്നേൽപ്പിച്ച് ബാറോട്ടലുകാരും കച്ചവടക്കാരനും കോടികൾ കിട്ടി. തീർന്നില്ല, പെരുന്നാളും തിരുനാളും നടത്തി സകല കച്ചവടക്കാരും കാശുണ്ടാക്കി. എന്നാൽ ഇന്ന് രാത്രി കാൽവറിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയെന്നറിയാമോ? രക്ഷയുടെ വസ്ത്രം. തീർന്നില്ല. ഒന്നാമത്തെ ആദാം ഏദനിൽ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ ആദാം തൻ്റെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ വസ്ത്രം നമുക്ക് വേണ്ടി തന്നു. അതുകൊണ്ട് കുമ്പനാട്ടും തിരുവല്ലയിലും മുളക്കഴുമിലും പഴയ കാലത്ത് അപ്പച്ചന്മാർ ആത്മാവിൽ പാടി, പൊന്മണി മാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെങ്കിൽ. രാജ്യങ്ങൾ റേഡിയേഷൻ ഏക്കാതിരിക്കുക. ഇന്ന് രാത്രി ലഡിൻ്റെ യൂണിഫോം പുതപ്പിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ നാഥൻ വരും. ആറ്റം ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. തീർന്നില്ല. ഇന്ന് രാത്രി നല്ല സുന്ദരമായ അന്തരീക്ഷത്തിലാണ് യൂണിയൻ ചർച്ച് നിങ്ങളിരിക്കുന്നത്. കേട്ടോണ്ടിരിക്കണം. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ 18,000 ആറ്റമായുധങ്ങൾ ലോകത്തിലെ ഓരോ പട്ടാളക്കാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അമേരിക്കയുടെ 7,000 ഇരിപ്പുണ്ട്, റഷ്യയുടെ 7,500 ഉണ്ട്, ചൈനക്കാരൻ്റെ 1,000 ഉണ്ട്, ബ്രിട്ടൻകാരൻ്റെ 800 ഉണ്ട്, ഫ്രാൻസിൻ്റെ 800 ഉണ്ട്, പശ്ചിമേഷ്യയിലിരിക്കുന്നത് 800 ജില്ലയാണ്. ഇന്ത്യക്ക് മാത്രം 800 ഉണ്ടെന്ന്. സ്വതന്ത്രം 800 ഇപ്പം UN കണക്ക് കൊടുത്തിരിക്കുന്നത്. കള്ളന്മാരാണ് നമ്മുടെ രാഷ്ട്രക്കാർ. 1000 കാണും. 800 അപ്പുറത്താരും സന്തോഷിക്കണ്ട. തൊട്ടടുത്ത് ഒരുത്തുണ്ട് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ പറഞ്ഞ വല്ലവൻ ടെലിവിഷൻ കണ്ടായിരുന്നു? സ്വോത്രം. കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരെ മുഖം കറുത്തു. സ്വോത്രം. ഇമ്രാൻഖാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി, ഇനി ഇന്ത്യയോട് ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഒരാക്രമണം ഉണ്ടായാച്ചാൽ ഞങ്ങൾ ആറ്റം പ്രയോഗിക്കുമെന്ന്. സ്വോത്രം പറഞ്ഞ കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ 18,000 ആറ്റമിക് വെപ്പണെന്ന് പൊട്ടിയാൽ എന്തോ സംഭവിക്കുമെന്ന് പറയാം. എന്തോ സംഭവിക്കും. ഇന്നൊരു നിർണായകമായൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കേൾക്കണം. ഈ ഗൾഫ് രാജ്യത്ത് ഇപ്പോൾ കുടയുണ്ടോ എന്നറിയത്തില്ല. പണ്ട് കാലത്ത് നാട്ടിലിപ്പോഴും ഉണ്ട് ഏഷ്യാനെറ്റ്, എയർടെല്, വീഡിയോകോൺ കുട. അതിനകത്ത് നിന്നൊരു വയറുണ്ട്. സ്വോത്രം. ആ വയർ ഇങ്ങോട്ട് സെറ്റപ്പ് ബോക്സ് വെക്കുമ്പോഴേ അമ്മാമയും അച്ചായനും കുസ്തി ഇടിയെല്ലാം കാണുന്നത്. സ്വോത്രം. ആ കാലം പോയി. 3 വർഷം കഴിഞ്ഞാൽ കേരളത്തിലും അത് പാമ്പോവുക. സ്വോത്രം. പോയില്ലേ? റിലയൻസുകാരൻ 5G കൊണ്ടുവന്ന് കാത്തിരക്കോ ദണ്ഡമാക്കാൻ 5G കണ്ടില്ലേ? സ്വോത്രം. ഈ കേബിൾ നെറ്റ്വർക്കാരെല്ലാം കറുവാപ്പസി പോകാൻ പോവുക. ഈ ഒരു പെട്ടി റിലയൻസിൻ്റെ കൊണ്ടുവച്ചാൽ അമ്മാമയ്ക്ക് 6:30 കറുത്തമുത്ത് കാണും, അച്ചായന് ശ്രീ ഒരു സാന്ത്വനാണ്, കൊച്ചിന് കുസ്തിയും കാണാം. സ്വോത്രം. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ടി, ബ്രോഡ്ബാൻഡ്, ലാൻഡ് ലൈൻ, 2 വയർ കുത്തിയാൽ TV കാണാം. വരാൻ പോകുന്നു 5G. സ്വോത്രം. നാളെ എൻ്റെ ബാക്കി കാര്യം പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ഈ ടെലിവിഷൻ ചാനലുകൾ ഏഷ്യാനെറ്റ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ TV കാണും. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ആരും വയറ് വലിച്ചതല്ല. സിംഗപ്പൂരിലാണ് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ സാറ്റലൈറ്റ് അവരാ കൊടുക്കുന്നത്. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. ഇന്ന് കൊറിയക്കാരൻ ചെയ്തേക്കുന്നത് എന്തോന്നറിയാമോ? സാറ്റലൈറ്റിനകത്ത് ബോംബെ, സാറ്റലൈറ്റ് ബോംബ്. ചാർജാക്കാർ കേൾക്കണം. ഈ കുഞ്ഞുങ്ങൾ ഈ റിമോട്ട് കാർ ഓടിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. എവിടെ ലോകം തീരാറായി. സ്വോത്രം. സന്തോഷം ആർക്കില്ല. റിമോട്ടുകാരും കണ്ടിട്ടില്ലേ? കയ്യും ആരും ഉയർത്തുന്നില്ല. സ്വോത്രം. ഈ കൊച്ചുങ്ങൾ വീട്ടിൽ ഇരുന്ന് ഞാൻ ഞെക്കുന്നത് കണ്ടിട്ടില്ലേ മോനെ? റിമോട്ടുകാർ. സ്വോത്രം. അതുപോലെ കൊറിയയുടെ പ്രസിഡൻ്റ് ഒരു സാധനം ഇരിപ്പുണ്ട്. സാംസങ് ഗാലക്സി അല്ല. സ്വോത്രം. കയ്യിലിരിപ്പുണ്ട് റിമോട്ട്. അദ്ദേഹം വൈകിട്ട് GPS വഴി ഒന്ന് നോക്കുക. ഷാർജ റോളയിലും അഭിഷകാരയിലും ഒന്ന് ഇടണമെന്ന്. പ്ലെയിൻ വേണ്ട, ട്രെയിൻ വേണ്ട, പിന്നെ ഇത് വേണ്ട, SUV വേണ്ട, ഹെലികോപ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. ആകാശത്തിൽ നിന്ന് സാറ്റലൈറ്റ് വഴി റോളയിൽ ഒരെണ്ണം ഇടണമെങ്കിൽ കൈവച്ച് ഞെക്കിയാൽ മതി. എന്ന് അന്ത്യകാലം തീരാൻ പോയി. സ്വോത്രം. അന്ത്യകാലം സാറ്റലൈറ്റ് ബോംബ്. അങ്ങനെ വരെ ബോംബിടാം GPS സംവിധാനത്തിൽ. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്നിരിക്കുന്ന 18,000 ആറ്റമിക് വെപ്പൺസ്. നൗ the secret weapons every country, that means hydrogen bomb. മിനിറ്റ് കൊണ്ട് അത് പൊട്ടിത്തെറിക്കും. അത്രയും നിർണായക ബോംബ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവമക്കൾ പറയുന്ന കർത്താവിൻ്റെ വരവിൽ പോകണമെന്ന്. തീർന്നില്ല.
അങ്ങനെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് പറയാം. വായിക്കാം കുഞ്ഞെ. യെഹെസ്കേൽ പ്രവചനം 39:14-15 വാക്യങ്ങൾ. യെഹെസ്കേൽ 39:14-15 വാക്യങ്ങൾ. 39:14-15 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്. എഴുതിയിരിക്കുക, യുദ്ധം കഴിഞ്ഞ് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ആ നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഡെയിലി വേജസുകാർ വരുന്നത് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഈ പറമ്പ് തോടും വൃത്തിയാക്കുന്ന കുറേ പാർട്ടികളുണ്ട്. അവരുടെ പേരാ തൊഴിലുറപ്പുകാർ. ഇന്ന് 312 ശമ്പളം ഡെയിലി വേജസ്. സ്വോത്രം. ഇതെല്ലാം ബൈബിളിൽ നിന്ന് വന്നതാ കേട്ടോ, മനസ്സിലാക്കണം. ഡെയിലി വേജസുകാരെ എഴുന്നേൽപ്പിക്കുമെന്ന്. അടുത്തത് 7 മാസം കഴിഞ്ഞ ശേഷം. 7 മാസം കഴിഞ്ഞിട്ട് വേണം. ഇന്ന് ഷാർജ മക്കൾ നിൽക്കുക, അച്ചായനും അമ്മാമയും മരിച്ചാൽ 3 ദിവസം ഫ്രീസറിനകത്ത് ഫിനോലിന് അടിച്ചു വെക്കും. 4-ാം ദിവസം പിള്ളേരൂടെ വന്നിട്ട് നല്ലൊരു പാട്ട്, ലോകെ ഞാൻ ഓട്ടം തികച്ചു. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ പോയില്ലെങ്കിൽ ശവാടക്കം 7 മാസം കഴിഞ്ഞ് തീർന്നില്ല. അടുത്തത് വായിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. മുഖം മൂടി റെഡ് ക്രോസുമായിട്ട് പരിശോധന കഴിക്കും. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ ശരീരം കാണത്തില്ല, അതിനരികെ ഒരു അടയാളം വെക്കും. ഒരു സിഗ്നൽ വെക്കും. ഇവിടെ റോഡ് കാറിനകത്ത് കേടായതുപോലെ ഒരു അടയാളം വെക്കും. അടുത്തത് അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വര. നിർത്തട്ടെ. ഹാമോൻ ഗോഗ് താഴ്വര. യെഹെസ്കേലിനോടുള്ള ബന്ധത്തിൽ പ്രവചനം തൊടുന്നില്ല. അവിടെ കൊണ്ടുപോയി അടക്കം. എന്താ കർത്താവിൻ്റെ വരവിൽ പോയില്ലെങ്കിൽ 18,000 മാറ്റമായത് ഇവിടെ പൊട്ടിയാൽ പച്ച മനുഷ്യൻ റോഡിനകത്ത് പൊട്ടിച്ചിതറുന്നൊരു കാഴ്ച സംഭവം ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ശ്രീലങ്കയിലെ ഏറ്റവും നല്ല നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. അദ്ദേഹത്തെ കൊന്ന എങ്ങനെയാണെന്നറിയാമോ? അവർ ചെയ്തത് ക്ലസ്റ്റർ ബോംബ്. സ്ഥലം ബട്ടിക്കോലാവ. ഇതെല്ലാം കാണിക്കണം. മലയാളം ചാനൽ കാണിച്ചില്ല, BBC കാണിച്ചു. വേലുപ്പിള്ള പ്രഭാകരനെയും മകനെയും കൊന്നത് ബട്ടിക്കോലാവയും, കൊടുത്തത് ക്ലസ്റ്റർ ബോംബ്. 6 മാസം അവരുടെ ഡെഡ് ബോഡി സുന്ദരമായിട്ട് പുതപ്പിച്ച് കിടന്നു. BBC കാണിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പൊക്ലൈനർ വന്നു. പൊക്ലൈനർ വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ഡെഡ് ബോഡിയുടെ അസ്ഥികഷ്ണങ്ങൾ പറക്കി റേഡിയേഷനേക്കാതെ ജാഫനയിലെ കടലിടുക്കി കൊണ്ട് കുത്തി താഴ്ത്തി. ശ്രീലങ്ക. സാമ്പിൾ നമ്പർ 1. ഞാൻ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത പരവൂർ. ഒരു സ്ഥലത്ത് ഞാൻ കൺവെൻഷൻ 4 ദിവസം കോട്ടയത്തിൻ്റെ അടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായി. തോറിയോ ലിഥിയോ യുറേനിയം പ്ലൂട്ടോണിയോ ഒന്നും അല്ല പൊട്ടിയത്, പൊട്ടാസ്യം നൈട്രേറ്റ്. ഒരു രാത്രി ഒരു പറമ്പിനകത്ത് വന്ന 108 പേർ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. കേൾക്കണമേ, എൻ്റെ സഹോദരൻ്റെ മകൻ, ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ സഹോദരൻ്റെ മക്കളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ കേരളത്തിലെ നല്ല ഉന്നത പോലീസിലായിരിക്കുന്ന സ്വോത്രം. ഒരു രാത്രി അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, വന്നാൽ കാണാം. ഞാൻ പ്രഭാതത്തിൽ അവിടെ ചെന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാം? ഒരു കുഞ്ഞുങ്ങളെ കയറ്റി വിടത്തില്ല. ഞാൻ കണ്ടത് എല്ലാവരെയും അവിടെ നിർത്തിയിരിക്കുക. ഞാൻ ഈ മോനെ വിളിച്ചു, അവൻ വന്ന് എനിക്ക് മാസ്ക് തന്നു, എന്നെ നേരെ അകത്തോട്ട് കൊണ്ടുപോയി. ഞാൻ കണ്ടത് ഇന്ന് രാത്രി യൂണിയൻ ചർച്ചയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണാം. കൈ വേറെ, പല്ല് വേറെ, തല വേറെ, മുടി വേറെ, 108 എണ്ണത്തിൻ്റെ ചിതറി കിടക്കുക. ഇവരെല്ലാം ഡ്യൂട്ടി വ്യാപൃതര. ഞാൻ ഉച്ച കഴിഞ്ഞ് കൺവെൻഷൻ വേണം, ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. വൈകിട്ട് ഞാൻ അവനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ എവിടം വരെ? അവൻ പറഞ്ഞ് ഏതൊക്കെയോ ഡെഡ് ബോഡികൾ, ഏതൊക്കെയോ കൈകാലുകളെല്ലാം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊടുത്ത് ഞങ്ങൾ ഒപ്പിച്ച് കുറേത്തിന് റെഡിയാക്കി കൊടുത്തു, തിരിച്ചറിഞ്ഞവരെ കൊടുത്തു. ഞാൻ അവനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, മോനെ ഈ ബാക്കി അവിടെ കിടന്ന് ചിതറിയ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യും? അവൻ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണം. അത് JCBക്കകത്ത് കുത്തി റേഡിയേഷനേക്കാതെ പരവൂർ കായലിൽ കൊണ്ട് തൊട്ടടുത്ത് ഞങ്ങൾ കുത്തി താത്തുന്ന കൊല്ലം ജില്ലയിൽ പരവൂരിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രീലങ്ക കണ്ട പരവൂർ കണ്ടവരോട് യെഹെസ്കേൽ എഴുതി വെച്ചിരിക്കുക, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ പൊട്ടിക്കഴിഞ്ഞാൽ പച്ച മനുഷ്യൻ്റെ ബോഡി വഴി നീളക്കടക്കും. ആരും അത് തൊടത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് ഈട്ടിപ്പെട്ടിക്കകത്ത് കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, RIP അടിക്കത്തില്ല, രാജസ്ഥാൻ മാർബിളിൽ നിന്ന് ഒരു മാർബിളും കൊണ്ടുവരത്തില്ല. അർത്ഥം പച്ച മനുഷ്യൻ്റെ ശരീരം വഴിയരികിൽ കിടന്നിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞ പമ്പയാറ്റിലോ മണിമലയാറ്റിലോ റേഡിയേഷൻ ഏക്കാത്തടത്ത് കൊണ്ടുപോയി കുത്തിത്താക്കുന്ന ഒരു കാലം ഈ തലമുറയിൽ വരുമെങ്കിൽ ഇന്ന് രാത്രി ഷാർജ യൂണിയൻ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന ഒരു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു.
സത്യവചനമകത്ത് കടന്ന് ദൈവമക്കൾ നിത്യതയുടെ പ്രത്യാശ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. വരുവാനിരിക്കുന്ന സംഭവങ്ങളെ അക്കമിട്ട് പ്രവചനങ്ങളുടെ സൂക്തങ്ങൾ രേഖപ്പെടുത്തിയത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതെല്ലാം നിങ്ങളുടെ കണ്ണിന് മുൻപ്. വെളിപ്പാട് 6:3 രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടിയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ ഇവിടെ വരുമെങ്കിൽ വരാൻ പോകുന്നത് ആറ്റമിക് യുദ്ധം. ആ കഷ്ടത്തിൽ ഇന്ന് രാത്രി നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തിട്ട് ഇതിനകത്ത് പോകാം. തീർന്നില്ല. ഇന്ന് രാത്രി ഇതൊന്നുമല്ല സംഭവം. വരാൻ പോകുന്ന ഒരു രക്തമഴ. ശ്രദ്ധയോടെ കാര്യം മനസ്സിലാക്കണം. എന്താ രക്തമഴ? 7 മരുഭൂമിയിൽ ആറ്റം പരീക്ഷിക്കുന്നു. സയൻസിലേക്ക് കടക്കാം. 1 ഇന്ത്യയിലെ രാജസ്ഥാൻ, 2 പാകിസ്ഥാനിലെ പെഷവാർ, 3 ഇസ്രയേലിലെ സീനായ്, 4 ഇറാനിലെ കാഗർ, 5 ചൈനയിലെ പോപ്പി, 6 റഷ്യയിലെ കസാക്കിസ്ഥാൻ, 7 അമേരിക്കയിലെ നൊവേദ. നാടൻ ഭാഷ. പണ്ടത്തെ കാലത്തെ ഈ കുഞ്ഞുങ്ങൾ ഈ ചിരട്ടയും പടക്കവും കൂടെ വെക്കും. പടക്കത്തിന് തിരി കൊളുത്തും, രണ്ടും മേളിപ്പോവും. പടക്കം അവിടെ പൊട്ടും, ചിരട്ട താഴെ വീഴും. ലഘുവായ ഉദാഹരണം. അങ്ങനെയെങ്കിൽ ഈ ആറ്റം പൊട്ടിക്കുന്നത് മരുഭൂമിയിൽ. ഈ മരുഭൂമിയിൽ ആറ്റം പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ കൂടെ മരുഭൂമിയിൽ നിങ്ങൾ മണലാളത്തിൽ കഴിയുന്നവർക്കറിയാം, മണലും കൂടെ ആറ്റത്തിൻ്റെ കൂടെ മേളിലോട്ട് പോവും. മേളിലോട്ട് പോയ മണൽ എവിടെ? ഇത് സജു ചാത്തന്നൂരല്ല പറയുന്നത്. ഇന്ന് രാജീവ് സേവ്യർ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ISRO എനിക്ക് തന്ന തെളിവ. പാസ്റ്ററിന് പോലും വായിക്കാൻ തരാം. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. ഇത് വേറൊരു സംഗതിയല്ല. ISROയിലെ ചെറുപ്പക്കാർ, ഞാൻ ഈ അന്ത്യകാലം പ്രസംഗിക്കുന്നുണ്ട്, മുഴുവൻ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, തന്നു കഴിഞ്ഞു. ഈ മണൽ എവിടെ? ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട്. അവൻ്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ല. അനുഗ്രഹത്തിൻ്റെയൊക്കെ സന്ദേശം കേട്ട് ലോട്ടറി വരും, HR ആകും, PR കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇത് അത്ര ദഹിക്കത്തില്ല. ആ 1ാമത്തെ കമ്പാർട്ട്മെൻ്റ് ഇരിപ്പുണ്ട്. 2 കാര്യം. അതിൻ്റെ പേരാ സൾഫർ, ഫോസ്ഫറസ്. ലോത്തിൻ്റെ കാലത്ത് കർത്താവ് അമേരിക്കയിൽ പോയി അണ്വായുധം മേടിച്ചായിരുന്നു വെച്ചേ? ഇല്ല. സ്വോത്രം. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വിച്ചിട്ട് അവൻ്റെ ആയുധപ്പര തുറന്നു. സയൻസ്. അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, സൾഫറും ഫോസ്ഫറസും. ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ വേറെ തന്നെ ഇവിടെ കയറി കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് കയറിക്കഴിഞ്ഞാൽ ഈ മണലൂടെ കയറിയിട്ട് താമസം വിന ഇന്നൊരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാ ഗ്ലോബൽ വാർമിംഗ്. വല്ലൊരു ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇവിടെ ദൈവം ഭൂമിക്ക് വെച്ച ചൂടേതാ? 17. കുവൈറ്റിൽ എത്ര അടിക്കുന്നതെന്നറിയോ? നിങ്ങളുടെ അയൽക്കാരൻ 52 അച്ചായ. സ്വോത്രം. പത്രമൊന്നും വായിക്കത്തില്ലേ? സ്വോത്രം. സരിതേ സോളാറും ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന ഇങ്ങനൊക്കെ ഇരിക്കും. സ്വോത്രം. ഇവിടെ ലോകം തീരാൻ പോവുക. സ്വോത്രം. ചൂടുകൊണ്ട് എല്ലാത്തിനെയും കൊല്ലാൻ പോവുക. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ റെയ്ഡോൺ ഒന്ന് കനീഭവിച്ചാൽ ഇവിടെ പെയ്യാൻ പോകുന്നു രക്തമഴ. റെയ്ഡോൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ സഭയെടുക്കപ്പെട്ടാൽ അങ്ങനൊരു മഴ ഇവിടെ പെയ്യുമോ? വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ തിരുവെഴുത്ത്. രക്തമഴ. റെയ്ഡോൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ. വെളിപ്പാട് 16:3 വായിക്കാം. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് പെയ്തിറങ്ങാൻ പോകുന്ന കനീഭവിച്ച മേഘം ആ 2ാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അടുത്തത്. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. ജീവനുള്ളവന്റെ രക്തം റോഡിൽ ചെതറി തെറിച്ച നല്ല സ്പീഡാ. പക്ഷെ കനിഭവിച്ച മഴ പെയ്താൽ പെയ്യാൻ പോകുന്നത് മരിച്ചവന്റെ രക്തം, ചലനമറ്റ രക്തം. അടുത്തത്. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. കണ്ടോ? ഇത് കുടിക്കുന്ന സകലരും മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. റെയ്ഡോൺ റെയിൻ വിത്ത് ആറ്റമിക് വാട്ടർ. ഇന്ന് രാത്രി ഏത് കമ്പ്യൂട്ടറിലും വന്നു കഴിഞ്ഞു പെയ്യാൻ പോകുന്നു രക്തമഴ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പമ്പയാറ്റിലും അതുപോലെ തന്നെ ചെങ്ങന്നൂരിലൊക്കെയുള്ള നദിയിലൊക്കെ എവിടുന്നാണ് വെള്ളം വരുന്നത്? ചിറ്റാറും വടശ്ശേരിക്കരയും പെയ്യുന്ന വെള്ളമാ പമ്പയാറ്റിൽ വരുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ. നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം ആരാ കൊണ്ടുവരുന്നത്? പഞ്ചായത്തുകാരനാണ് ഒഴിക്കുന്നത്. ആകാശത്തിൽ പെയ്യുന്ന മഴ മണ്ണിൽ കൂടെ ഫിൽട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന കിണറ്റിലെ വെള്ളം. നമ്പർ 2, പുഴയിലെ വെള്ളം. ചിറ്റാറിലും വടശ്ശേരിക്കരയിലും ബൗണ്ടറിയിലും പെയ്യുന്ന മഴയാ പമ്പയാറ്റിൽ ഇങ്ങനെ മണിമലയാറ്റ് ഇങ്ങനെ അച്ചൻകോവിലൊക്കെ തിരിഞ്ഞു വരുന്നത്. പുഴയിലെ വെള്ളം രക്തവെള്ളം. ഇതെല്ലാം കൂടെ ആലപ്പുഴയെ കൊച്ചി കടലിലെത്തിയാലും രക്തവെള്ളം. കർത്താവിൻ്റെ വരവിൽ ഒരു കുടുംബം കൈവിട്ടു പോയാൽ ശ്രദ്ധയോടെ ഇരിക്കണമേ. 5:30 മണിക്കൊരു സിസ്റ്റർ സ്വന്തം ഭർത്താവിന് വേണ്ടി വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അടുപ്പിൽ ഒരു കട്ടൻ കാപ്പി ഇട്ടാൽ വരാൻ പോകുന്നത് രക്തവെള്ളം. കാപ്പിയിടും.
നമ്പർ 2, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ 7:30 മണിക്ക് ഷവറിനകത്ത് നിർത്തി ടാപ്പ് ഒന്ന് തുറന്നാൽ അവരുടെ തലമേൽ വീഴാൻ പോകുന്നു രക്തവെള്ളം. തീർന്നില്ല. അതിനുശേഷം ഒരു 9:30 തോട്ടിലോ പുഴയിലോ തുണി കഴുകാൻ പോയാൽ അതിനകത്തും വീഴാൻ പോകുന്നു രക്തവെള്ളം. അങ്ങനെയെങ്കിൽ 2035 സജു ചാത്തന്നൂരല്ല പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി സാർ കഴിഞ്ഞ നവംബറിൽ പറഞ്ഞതാ, തോടി സി ദേർ ബാദ് ഇന്ത്യ की जो बागर की किनार में खून का बारिश आएगा, രക്തമഴ. മൻ കി ബാത്ത് 2018 നവംബർ. അന്ന് മിസ്റ്റർ നരേന്ദ്രമോദി കൂടെ അരുൺ ജെയ്റ്റ്ലി 2 പേരൂടെ ആ റേഡിയോ കൂടെ പറഞ്ഞത്, മൻ കി ബാത്തിൽ വരാൻ പോകുന്ന ഒരു രക്തമഴ. കണ്ടോ ഈ ബ്ലഡ് റെയിൻ എവിടെ പെയ്തു? പറയാം. ഇതായിരിക്കുന്നു സോമാലിയ. 2013 ഈ ബ്ലഡ് റെയിൻ അവിടെ പെയ്തു. കുഞ്ഞ്, ഇന്ന് 2 മാസത്തിലൊരിക്കൽ സോമാലിയയിൽ മനുഷ്യൻ കുളിക്കുന്നു, 3 മാസത്തിൽ തുണി കഴുകുന്നു. ജലദുരന്തം. തീർന്നില്ല. 2017 ശ്രീലങ്കയിൽ ഇവൻ ആവർത്തിച്ചു രക്തമഴയെങ്കിൽ വരാൻ പോകുന്നു ഇന്ത്യയിലും നമ്മുടെ മാതൃരാജ്യത്തും രക്തമഴ. അങ്ങനെയെങ്കിൽ ആ മഴ പെയ്താൽ കാപ്പിയിടുന്നത് രക്തവെള്ളം. തീർന്നില്ല. മനുഷ്യൻ്റെ ശരീരം കഴുകുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവമുഖത്തേക്ക് നോക്കി പറയണം, ആ വെള്ളം നിങ്ങളുടെ അടുപ്പിൽ കാപ്പിയിടുന്നതിന് മുമ്പ്, ആ വെള്ളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ വെള്ളം നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊടുക്കിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഷാർജ വർഷിപ്പ് സെന്ററിലേക്ക് കുഞ്ഞുങ്ങളെ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. മറ്റൊരുത്തനിൽ ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ഇതിനകത്തോ ലൈവിലോ ആരെങ്കിലും ഞങ്ങളെ കാണുന്നെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക രക്ഷിതാവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക. 2ാമത് രാത്രി നാഥൻ ദൂതന്മാരുമായി ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് കം നൗ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്പർ 1, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ എതിർക്ക് സൂണ്ടയിൽ ആറ്റം വെപ്പൺ പൊട്ടിയാൽ എന്ത്? 3 രക്തമഴ നടന്നാൽ എന്ത്? വരാൻ പോകുന്നു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വിത്ത് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 16, 17 വാക്യങ്ങൾ, 18 വാക്യങ്ങൾ. വെളിപ്പാട് 13, 16 അതിൻ്റെ 17, 18 വാക്യങ്ങൾ വായിക്കാം. അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും. അവിടം വരെ നിൽക്കട്ടെ മക്കളെ. ഒരു ലിസ്റ്റ് ആ കുഞ്ഞു വായിച്ചു. സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ, എല്ലാവരും ഒരേ അക്കൗണ്ടിൽ വരുന്നൊരു കാലം. പണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മനുഷ്യർ കുറ്റം പറയും. 2017 നവംബർ 7-ാം തീയതി ഇവിടെ ഒരു സംഭവം നടന്നു. നോട്ട് നിരോധിച്ചു ഇന്ത്യയിൽ. വല്ലവർക്കും അറിയാമോ? NRE ആയിരുന്ന കഞ്ഞിക്കുഴിയിലെ തോമാച്ചായനും പാമ്പാടി പഞ്ചായത്ത് നോക്കുന്ന ചിന്നമ്മാമ ഒരേ ക്യൂവിൽ നിന്ന് കേട്ടോ. എത്ര കിട്ടിയെന്നറിയാമോ? 4000 ഉലുവ. എല്ലാവരും ഒരേ ക്യൂവിൽ വരുമെന്ന്. അവിടെ ഗ്രീൻ ലൈനും ഇല്ല, എക്സ്പ്രസ് ലൈനും ഇല്ല, ഒറ്റ ലൈൻ. കിട്ടിയോ? നമ്പർ 1. നമ്പർ 2, നമ്മുടെ പ്രളയം നാട്ടിൽ നടന്നായിരുന്നു. ഇവിടെയുള്ള മലയാളികൾ അറിഞ്ഞായിരുന്നു. സ്വോത്രം. ആ സമയത്ത് നമ്മുടെ കുറേ ചെറുപ്പക്കാരുമായിട്ട് ഞങ്ങളുടെ യുവജന സംഘടനയുടെ കാര്യമായിട്ട് ഞാൻ അവിടെ പോയി. സ്വോത്രം. ഒരു ക്യാമ്പിലാണ് പോയത്, ലേഡീസ് ക്യാമ്പ്. നല്ല ക്യാമ്പ്, സ്ഥലമൊന്നും പറയുന്നില്ല, അത് നാട്ടുകാർ ഇവിടെ കാണും. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് കോർഡിനേറ്റർ ചെറുപ്പക്കാരൻ എന്നെ നല്ലോണം അറിയാം. ഒത്തിരി സ്റ്റേജ് അവിടെ പ്രസംഗിച്ചാലുണ്ട്. സ്വോത്രം. ഈ ചെറുപ്പക്കാരനെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുത്തത്, അയ്യോ സഹോദരിമാരൊക്കെ എന്തോ ഒരു സ്ട്രെയിറ്റായിട്ട് നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ വീട്ടിലെങ്ങാണ് സാരി മേടിച്ച സിസ്റ്റർ പറയും ചിബോണാന്നോ ഓർഗൻഡിയാന്നോ കോട്ടയാന്നോ. ഇപ്പോൾ ഓർഗൻഡിയും വേണ്ട, കോട്ടയം വേണ്ട, ചിബോണും വിട്ടിയ ഏത് കിട്ടിയാലും കൊടുക്കാം. സ്വോത്രം. പ്രളയം. സ്വോത്രം. റാന്നിയിലെ അച്ഛമ്മാമയും പഴവങ്ങാടി പഞ്ചായത്ത് നോക്കുന്ന ചിന്നമ്മ സിസ്റ്റർ ചപ്പാത്തിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു. പണ്ട് കുവൈറ്റുകാരൻ നിന്നോലെ പ്രളയത്തിൽ. സ്വോത്രം.
ഇതെല്ലാം വരാൻ പോകുന്ന കാലം. ഇവൻ എന്നോട് പറയാന്നേ, അവർ സാധനം കൊടുക്കട്ടെ, പാസ് പിടിരി, പ്രളയം വന്നത് നന്നായെന്ന്. സ്വോത്രം. ഏകദേശം ആയിരക്കണക്കിന് കിണറിനകത്ത് ചെളിയും കയറി പച്ചവെള്ളം കിട്ടാതിരിക്കുക. സ്വോത്രം. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാം പ്രളയം വന്നത് നന്നായെന്ന്. സ്വോത്രം. ഞാൻ ചോദിച്ചു എന്തോ കുഞ്ഞെ അതിൻ്റെ കാര്യം? അമ്മ പറഞ്ഞ അച്ഛാ രാത്രി ഒരു 9 മണിക്ക് LED അങ്ങ് നിർത്തും. കേൾക്കണേ. ആ സമയത്ത് പൂന്താനം പാടിയതുപോലെ മാളിക മുകളിലിരുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പവാൻ ഡള്ളപ്പി കിടന്ന അച്ചായനും അമ്മാമയും 2 ബെഞ്ചും ഒരു പുൽപ്പായും. എത്ര നല്ല കാലമായിരുന്നു അറിയാം പ്രളയത്തിൽ. സ്വോത്രം. 10 മണിക്ക് സഹോദരിമാരെ ഏറ്റവും കൂടുതൽ സംസാരം തുടങ്ങുന്നത്. അതിനകത്തെ ചിന്നമ്മ സിസ്റ്റർ അന്നമ്മയോട് ചോദിക്കുക, അന്നമ്മ നീ ഏത് വാർഡിലെ? നാടൻ ഭാഷ. അന്നമ്മ പറഞ്ഞു 10-ാം വാർഡിലെ. ചിന്നമ്മയോട് ചോദിച്ചു മോളെ ഇത് വാർഡിലെ? 10-ാം വാർഡിലെ. അപ്പുറത്ത് സ്കൂളിൽ പഠിക്കാണ്ട് കുഞ്ഞുങ്ങൾ രശ്മിയും ജോസ്മിയും ജെയ്സി. സ്വോത്രം. അവരോട് ചോദിച്ചു മോളെ നിങ്ങൾ ഏത് വാർഡിലെ? അവരും പറഞ്ഞു 10-ാം വാർഡിൽ. എൻ്റെ പൊന്നു മക്കളെ, ഒരു വാർഡിൽ 1000 ചില്ലുവാന വോട്ടർമാരേ ഉള്ളൂ. ഇവർക്ക് തങ്ങളിൽ അറിയത്തില്ല. ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഹം ദോ ഹംകോ ദോ ബച്ചായ. സ്വോത്രം. അഭി ഘർ ബനായ കിത്തന കമരായ? 4 കമരായ. നീച്ചെ ആരാ? അപ്പനും അമ്മയും ഓരോ കമരേ. സ്വോത്രം. മുകളിലാളെ 2 മക്കൾ. സ്വോത്രം. ഇപ്പം എല്ലാവരെയും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടോ? അറിയത്തില്ലയോ? ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. ലോകം ഒരുവൻ്റെ കയ്യിൽ. സ്വോത്രം. 36,000 ഗാലക്സി മേടിച്ച് രാത്രി ഞെക്കിക്കൊണ്ടിരിക്കുക. പള്ളി വരുന്ന ആരാന്നറിയത്തില്ല, ചർച്ച് വരുന്ന ആരാന്നറിയത്തില്ല, കൺവെൻഷൻ വരുന്ന ആരാന്നറിയത്തില്ല. പ്രളയം വന്ന് ക്യാമ്പിൽ കയറിയപ്പോൾ അന്നമ്മ അറിഞ്ഞ്, ചിന്നമ്മ അറിഞ്ഞ്, രശ്മി അറിഞ്ഞ്, ജോസഫ് അച്ചായനും അറിഞ്ഞു. സ്വോത്രം. എല്ലാം ചപ്പാത്തിക്ക് ക്യൂ എന്ന്. സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. തീർന്നില്ല. കൊച്ചിയിൽ ഇഷ്ടം പോലെ ഞാൻ പ്രസംഗിച്ചതാണ്. അജുവിനോട് ഞാൻ ഇന്നലെ പറഞ്ഞ. സ്വോത്രം. ഈ അടുത്ത സമയത്ത് മരടിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ 1 കൊല്ലം മുമ്പ് ഇതൊക്കെ പ്രസംഗിച്ച് എപ്പോൾ കണ്ണുകൊണ്ട് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു എന്തോ മോനെ അവിടെ ഉൾക്ക വല്ലതും വേണമെന്ന്. അയ്യോ പാസ്റ്ററെ കണ്ടില്ലയോ, മരടിലെ ഫ്ലാറ്റ് വിളിക്കാൻ പോകുന്നു. മേജർ രവീൻ, രഞ്ജിനി ഹരിദാസും ജോൺ ബ്രിട്ടാസും ഇവിടുന്ന് ഷാർജയിൽ നിന്ന് പോയ കോഴഞ്ചേരിയിൽ അച്ചായനും ഒറ്റ റാന്തലുമായിട്ടിരിക്കുന്നു. സ്വോത്രം. സമ്പന്നൻ ചെറിയവർ ആർക്കും തങ്ങളെ അറിയത്തില്ലായിരുന്നു. ഫ്ലാറ്റിനകത്ത് കമരയിൽ കയറി മൊബൈൽ വിട്ട് കളിച്ചുകൊണ്ടിരുന്ന അച്ചായന്മാർ ബുൾഡോസർ വരുമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം താഴെ ഇറങ്ങി ലാമ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. പോരെ, അന്ത്യകാലം തീരാൻ പോവുക. സമ്പന്നൻ ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. അടുത്ത കാര്യം വായിക്കാം. എല്ലാവർക്കും വലങ്കൈമേലോ, എല്ലാവർക്കും വലങ്കൈമേലോ, നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ, എതിർ ക്രിസ്തുവിന്റെ പേരോ, പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. വരാൻ പോകുന്ന 1 വേ വേൾഡ് ഓർഡർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വായിക്കാം. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. വരുന്നു 666 പത്മോസിൽ. ഇനിയുള്ള കാര്യം ശ്രദ്ധയോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. 4 തലങ്ങൾ. നമ്പർ 1 ആധാർ പോയി, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 3 വരുന്നു, മൊബൈലിനകത്തും ഇതിനകത്തും വരുന്ന സിം എല്ലാം കണക്റ്റ് ആവാൻ പോകുന്നു. ബൈബിളുമായിട്ട് റിലേഷൻ പറയാം. 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സോഷ്യൽ സെക്യൂരിറ്റി ആധാർ. ഇത് ഞാൻ എപ്പോഴാണ് പഠിച്ചതെന്നറിയാമോ? 2013 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ പങ്കെടുത്ത ഞാനാ, കേരള യൂണിവേഴ്സിറ്റിയോടുള്ള ബന്ധത്തിൽ. അന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നത് ആധാർ. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഡിജിറ്റൽ ഇന്ത്യ. അന്നായി നോട്ട് കിട്ടുന്ന വെച്ചാൽ സ്വോത്രം 2013. ഇപ്പോഴാണ് നിങ്ങൾ റാന്നിയിലും കോന്നിയിലും ചെല്ലുമ്പം അക്ഷയയുടെ മേളിലും ജനസേവന കേന്ദ്രത്തിലും ഡിജിറ്റൽ 2013. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആധാർ. അതേ സംഭവമാണ് ഇന്ന് ദുബായിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എമിറേറ്റ്സ് ID അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇവിടെ ജോലിയുള്ള സകലരും റെസിഡൻറ്റ് വിസയിൽ ഞാൻ പഠിച്ചിടത്തോളം സകലരും നമ്പറിൽ ട്രേസ് ചെയ്യപ്പെടും. എമിറേറ്റ്സ് ID. തീർന്നില്ല, ആധാർ പോയി. എന്തിനൊക്കെ നാട്ടിൽ ആധാർ വേണമെന്നറിയാമോ? നിങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് എടുത്തോണം. എന്തിനാ ആധാർ? കുഞ്ഞ് ജനിച്ചാൽ ആധാർ. തീർന്നില്ല, വളം കിട്ടാൻ ആധാർ, പാൻ കാർഡ് ആധാർ, മൊബൈൽ ആധാർ. തീർന്നില്ല, കാർഷിക സബ്സിഡി ആധാർ, അമ്മാമ്മയുടെ അടുക്കള എറിയുന്ന LPGയുടെ സബ്സിഡി ആധാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, ശുശ്രൂഷക്കാർക്ക് ഒരു ദുഃഖ വാർത്ത ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി, ശവടക്കാനും ആധാർ വഴിയാധാരമായി. സ്വോത്രം. വിഷമിക്കേണ്ട, നിങ്ങളുടെ അപ്പച്ചനും അമ്മയും ചത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി അവനെ കൊടുക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ആധാർ 2009 അത് പോയി. നമ്പർ 1. നമ്പർ 2 2015 വന്നു കഴിഞ്ഞു. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് സെക്കൻഡ് ടൈം. നിങ്ങളുടെ ഇവിടുന്ന് പലരും ക്യാൻസലാക്കി മതിയാക്കിയും പോകുമ്പോൾ കണ്ണും കൈയും എടുക്കുന്നത് പോലെ ഇന്ത്യയിൽ വന്നു. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് 2005. ദാറ്റ് ഈസ് ഫിംഗർ ടിപ്പ്. ബൈബിളിലുണ്ടോ? മനുഷ്യൻ്റെ കൈമുദ്രയിടും. വായിക്കാം. ഇയ്യോബ് 37:7 എന്ന് രാത്രി. ജോബ് ചാപ്റ്റർ 37
വേഴ്സ് 7. ഇയ്യോബ് 37:7 ഒന്ന് വായിച്ചാട്ട് കുഞ്ഞെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഇട്ടില്ലേ? ഏതിനു വേണ്ടിയിട്ട്? മൊബൈലിന് വേണ്ടിയിട്ട്, റേഷൻ കാർഡിന് വേണ്ടിയിട്ട്, പാസ്പോർട്ടിന് വേണ്ടി മുദ്രയിട്ട്, ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി മുദ്രയിട്ട്. ഇന്നേക്ക് 3500 പരം കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ ഓസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ, ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി, ഭാര്യ കുറ്റം, കൂട്ടുകാർ സഹോദരങ്ങൾ അവനെ അപമാനപ്പെടുത്തി ഒരു ഓട്ടുകഷ്ണം എടുത്ത് ശരീരം മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അവനോട് ഗാന്ധിജിയിലും കേരളയിലും പോയില്ല, സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പ്രവചനമാ. ഇയ്യോബ് 37 താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ. ആധാർ പോയി. ഇപ്പം കണ്ടില്ലേ, നാട്ടിൽ ചെന്ന സിം കാർഡ് എടുക്കാൻ ഇവിടുന്ന് പോയ പ്രവാസിയൊക്കെ വല്ല സിം കാർഡ് കൈവച്ചാൽ മതി. ഹിന്ദിക്കാരൻ വിളിക്കത്തില്ലേ, ആ തിരക്കോ ദണ്ഡമാക്കാൻ ജിയോ ലേക്കേജാവോ ചേച്ചി എന്ന്. സ്വോത്രം പറഞ്ഞില്ലേ, സ്വോത്രം. നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ട, ID വേണ്ട. നിങ്ങൾ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് ഈ മൊബൈൽ കണക്ട് ചെയ്യാൻ പോകണമായിരുന്നു. ഞാനേ ടെലിഫോൺ എക്സ്ചേഞ്ച് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഇത് കണക്ട് ചെയ്യണ്ടേ. ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ എന്നെ പരിചയമുണ്ട്. അച്ഛൻ്റെ നമ്പർ എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 8141 11 31 12. അവൻ എന്നോട് ചോദിക്കിയത് കമ്പ്യൂട്ടർ പോലെ പിടിച്ചു വെച്ചേക്ക് വന്നു. സ്വോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ഉള്ള പ്രസംഗം തലേ കയറ്റി വെച്ചേക്കുന്നത്, പിന്നാണോ ഈ ആധാറിൻ്റെ ഒരു നമ്പർ പറയാൻ എത്ര ബുദ്ധിമുട്ടൊന്ന്. സ്വോത്രം. അവൻ പറഞ്ഞൊന്ന് കൈ വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ കൈ വെച്ച് സ്ക്രീനിൽ കണ്ടത് എന്തുവെന്നറിയാമോ? സിനിമാ നടൻ ദിലീപ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന, പ്രസംഗിച്ച് നെഞ്ച് കയറി ശ്വാസം മുട്ടിയെ ഞാൻ നോക്കിയിട്ട്. സ്വോത്രം. അവൻ എന്നോട് പറഞ്ഞത് അച്ഛൻ തന്നെ ഇല്ലേ? ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. താഴോട്ടൊരു ഡേറ്റ കാണിച്ച് വീട്, ആട്, കോഴി, കൂട്ട എല്ലാം കൂടെ ഒന്ന് കൈ വെച്ചേക്കാൻ പറഞ്ഞു. മൊബൈലും അവൻ്റെ കൊടുക്കാൻ പറഞ്ഞു. കീ കൂക്കു ഒറ്റയടി പൊക്കോളാൻ പറഞ്ഞു. ഇനി ലോകത്ത് എവിടെ പോയാലും റെഡിയായിരുന്നു. സ്വോത്രം. കണ്ടില്ലേ, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സ്വർഗത്തിലെ ദൈവ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. തീർന്നില്ല. ഇനി ഒരു സംഭവം നിങ്ങളോട് ഞാനിപ്പോൾ പറയാം. എന്താ സംഭവം എന്നറിയാം? 2013 തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊരിടത്ത് പ്രസംഗിച്ചു. പലയിടത്തും പ്രസംഗിച്ച അന്ന് 2013 ഞാൻ പ്രസംഗിച്ച കട്ടിങ് ആയിട്ടിരിക്കുന്നത് റേഷൻ നിങ്ങൾ കൈവച്ച് മേടിക്കുമെന്ന്. സ്വോത്രം. അന്ന് പലരും പറഞ്ഞു, പാസ്റ്ററിന് എന്തോ സംഭവിച്ചു, ബുദ്ധി എങ്ങാണ്ട് കൂടിപ്പോയി കുഴപ്പമാണെന്ന് തോന്നുന്നു. സ്വോത്രം. പലരും അങ്ങനെ പോസ്റ്റ് ഇടുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സംഭവം ഇന്ത്യയിൽ വന്നു. ഞാൻ, രാജീവ് സേവ്യർ പാസ്, അച്ചാനെ പാട്, നജു, ഇവിടെ ഇരിക്കുന്ന നിബു പാസ്, ഞങ്ങൾ 5 പേര് റേഷൻ കടയിൽ പോയി. സ്വോത്രം. കേൾക്കണേ, കാർഡ് കൊണ്ടുപോയില്ല, നാടൻ ഭാഷ. കാർഡ് കൊണ്ടുപോകാതിരുന്ന് ഞങ്ങൾ ഈ നമ്പർ അങ്ങ് മാറ്റി എഴുതി. പെങ്കച്ചിനോട് കവറും കാണിച്ചിട്ട് പറഞ്ഞു, താണ്ടൊന്ന് കൈവച്ചേക്കണേന്ന് പറഞ്ഞു. വിരലടയാളം പരിശോധിക്കുന്നു. റേഷനേ കിട്ടുന്നില്ല. സ്വോത്രം. അപ്പം നമ്മുടെ കൈക്കകത്തൊരു രേഖയുണ്ടല്ലോ. നാട്ടിൽ വരുമ്പോൾ കൈവച്ചോണ്ടാൽ മതി, വെള്ളോണെ ഫിംഗർ ടിപ്പ്. അമ്മാമ്മ കൈവെക്കുമ്പോൾ ഡൽഹി ഇരിക്കുന്ന ഈപ്പോസ് പറയും 4 കിലോ പച്ചരി, 3 കിലോ വെള്ളേരി, 2 കിലോ കുത്തരി, 1/2 ലിറ്റർ മണ്ണെണ്ണ. സ്വോത്രം. എത്ര ക്ലിയർ കമ്പ്യൂട്ടർ പറയുന്നറിയാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ 5 പേരും കൈവച്ചു, വിരലടയാളം പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫിംഗറിനകത്തൊരു രേഖയില്ലേ? ഉണ്ടോ? വടചേരിക്കരയിലോ റാന്നിയിലോ മല്ലപ്പള്ളിയിലോ കോന്നിയിലോ റേഷൻ കടയിൽ കൈവെക്കുമ്പോൾ ഡൽഹി ഇരിക്കുന്ന കമ്പ്യൂട്ടർ 4 കിലോയും 3 കിലോയും 2 കിലോയും 1/2 ലിറ്റർ മണ്ണെണ്ണയും പറയുന്നെങ്കിൽ നിങ്ങളുടെ കൈക്കകത്തൊരു രേഖയുണ്ട്. ആരാ ഇത് വരച്ചത്? സങ്കീർത്തനം 139. തൊടണ്ട. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്നു. ആകാശത്തിൻ്റെ മണ്ഡലങ്ങൾ പറന്നു കയറി അവിടെ പോയി കിടന്നാലും ദൈവത്തിൻ്റെ കരമെത്തും. ഭൂമി പാതാളത്തിനകത്ത് ഞാൻ കിടക്ക വിരിച്ചാലും അവിടെ എൻ്റെ കരമെത്തുമെങ്കിൽ ഇന്ന് രാത്രി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞൊരു ദൈവം പിണ്ടാകാരമായിരുന്നപ്പോൾ സ്വർഗത്തിലെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതല്ല അവൻ്റെ കരത്താൽ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് ഇന്ന് രാത്രി നിന്നെ മെനഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പോസ്റ്റിന് വേണ്ടി, റേഷന് വേണ്ടി, മൊബൈലിന് വേണ്ടി എയർപോർട്ടിനകത്ത് കൈവച്ച ഒറ്റ കുഞ്ഞുപോലെ മന്ത്രവാദിയുടെ മുമ്പിൽ നിന്റെ കയ്യെ കൊടുക്കരുത്. ആ വിചാരൻ്റെ കാരകൻ്റെ കയ്യിൽ നിന്റെ കൈകൾ കൊടുക്കരുത്. ഇന്ന് രാത്രി നിന്റെ കൈക്കകത്ത് രേഖ വരച്ചിരിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി, റോമിൻ്റെ ഗവൺമെന്റിന് വേണ്ടി കരം കൊടുക്കുവാൻ ചതുദ്രമ പണത്തെ വെച്ചിരിക്കുന്ന ഒരു നല്ല ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ എയർപോർട്ടിൽ എത്ര പേരുടെ കണ്ണ് മാറ്റിയാലും, അതുകൊണ്ട് ഇന്ന് രാത്രി നമ്പർ 1
ആധാർ. നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കൈ മാത്രം വെച്ചാൽ മതി. സ്വോത്രം. ഇന്ത്യയിൽ വരാൻ പോകുന്നു ഡിജിറ്റൽ പാസ്പോർട്ട്. തീർന്നില്ല. 1-2 കാര്യം മനസ്സിലാക്കണം. ഇനി ഇന്ത്യയിൽ വരുന്നത്, ഇവിടുത്തെ എനിക്കറിയത്തില്ല, ആധാറും വിരലടയാളവും മതി. ATM-ൽ നിന്ന് കാശെടുക്കാം. പിൻ നമ്പരൊന്നും വേണ്ട. അന്ത്യകാലം. വിരാട് കോഹ്ലി ഈ ടിക്കറ്റ് മൂലമുള്ള പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞു. നടന്നു പോകുമ്പോൾ ബാഗിൽ പാസ്പോർട്ട് കടന്നാൽ സ്കാൻ ചെയ്താൽ ഇന്ത്യയിൽ ഏത് രാജ്യത്തേക്കും പോകാം. കൈ മാത്രം വെച്ചാൽ മതി. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 1 ആധാർ ഗോയിങ്. നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. നമ്പർ 3 വരുന്നു. അതാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും എന്തോ ആയി കഴിഞ്ഞു, നിങ്ങളുടെ കൈകളിൽ വന്നു കഴിഞ്ഞു ATM. കണ്ടില്ലയോ? ഇന്ന് ഇതെല്ലാവരെയും ഉണ്ട്. വിസ കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. സയൻസിലേക്ക് വരാം. ഇതിനകത്ത് 4 ചിപ്പുകൾ ഇമേഴ്സ് ചെയ്യാം. 1 നാനോ, 2 സിലിക്കോൺ, 3 മൈക്രോ, 4 DNA. ഈ 4 ചിപ്പുകൾ നിങ്ങളുടെ ATM-ലെ മൈക്രോ പ്രോസസ്സർ റീഡ് ചെയ്യുമ്പോഴാ നിങ്ങൾക്ക് പണം ലഭിക്കുന്നത്. ആ കുഞ്ഞ് വായിച്ചത് 666. ഇത് 3 പേരുടെ സംഖ്യ. വെളിപ്പാട് 21 സാത്താൻ, വെളിപ്പാട് 13:1 മൃഗം, വെളിപ്പാട് 13:11 കള്ളപ്രവാചകൻ. കണ്ടോ? അതാ വെളിപ്പാട് 13:18 വാക്യം 666. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് നിങ്ങളുടെ ഈ ATM കാർഡിനകത്തല്ല എത്ര നമ്പറായിട്ടുണ്ടെന്ന് അറിയാമോ? 16 നമ്പർ. ഇത് വർഷങ്ങളായി എമിറേറ്റ്സിൽ തുടരുന്നതാണ്. ഈ ബാങ്കിൽ ഇത് തയ്യാറാക്കുന്ന കുഞ്ഞുങ്ങളോട്, അത് കോട്ടയംകാരെ ഒരു ചെറുപ്പക്കാരൻ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, അവൻ നല്ല IT ടെക്നോളജിക്കാരൻ, ഈ കാർഡ് പ്രിൻ്റ് ചെയ്യുന്നതിൽ നല്ല അഗ്രഗണ്യൻ. അവനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, മോനെ ഇന്ത്യയിലെ ടെലിഫോൺ നമ്പർ 12 കയറുക, ട്രായ്ക്ക് വേണ്ടി റിലയൻസ് കൊടുത്തു. അവനോട് ഞാൻ ചോദിച്ചു, കുഞ്ഞെ ഈ കാർഡിൻ്റെ അറ്റത്തോ ലാസ്റ്റിലോ 2 0 കൂടെ അടിച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ മെഷർ ചെയ്തൂടെ? അവ എന്നോട് പറഞ്ഞത്, എൻ്റെ സാറേ 2 കൊല്ലം മുമ്പ് ഞങ്ങൾ 18 നമ്പർ അടിച്ചു, ഈ കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസ്സർ കയറ്റി, എറർ, അച്ചായ റീഡ് ചെയ്യുന്നില്ല. അവൻ മർത്തോമാക്കാരനാ. അവ എന്നോട് പറഞ്ഞൊരു വാക്യം ഇന്ന് രാത്രി എൻ്റെ ചെവികളിൽ മുഴങ്ങുക. ആ മോൻ എന്നോട് പറയാ, 18 എറർ കാണിക്കുന്നതിൻ്റെ പിൻപിൽ ഒരു സത്യമുണ്ട്. 18 ഇവിടെ വെളിപ്പെടുന്നതിന് ഇവിടെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. സമയം അടുത്തിരിക്കുന്നു. തീരാൻ പോ. ATM മാത്രം നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ ഇന്ന് ദുബായിൽ നിങ്ങളുടെ കയ്യിലെല്ലാം എമിറേറ്റ്സ് ID, അങ്ങനെ ഒരു സാധനം കയ്യിലുണ്ടോ? വെറും കാർഡല്ല എമിറേറ്റ്സ് ID. ഇന്ന് അതിനകത്ത് ഇതുപോലെ ഒരു DNA വന്നിട്ടുണ്ട്, അല്ലെ ഒരു മൈക്രോ ഉണ്ട്, അല്ലെ ഒരു നാനോ ഉണ്ട്, സിലിക്കോൺ. ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. മനുഷ്യൻ എവിടെയെന്ന് ട്രേസ് ചെയ്യാം. ഹ്യൂമൻ ട്രാക്കിംഗ്, സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. പറയാം, ഇനി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വരാൻ പോകുന്നത്. പണ്ട് ഞാൻ പ്രസംഗിച്ചെങ്കിൽ ദുബായിലുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ എന്നോട് പറയും കാര്യം ഇത്. ഖലീജ് ടൈംസ്, എത്തിസലാഡ് 39 ഡിജിറ്റെക് സ്റ്റോർ, ബയോണിക് ടെക്നോളജി, എബിലിറ്റി സ്വീഡിഷ് കമ്പനി, ബയോ ഹാൻഡ്സ് ഇന്റർനാഷണൽ, ദ റൈസ് ഗ്രെയിൻ, അണ്ടർ സ്കിൻ ഡേറ്റ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഹിസ്റ്ററി. സജു ചാത്തന്നൂരല്ല, എത്തിസലാഡ്. ഇനി നിങ്ങളുടെ അടുത്ത വരാൻ പോകുന്ന കാര്യം ഇന്ന് ഞാൻ പറയുക. നിങ്ങളുടെ എമിറേറ്റ്സ് ID വരാൻ പോകുന്നത് ഹെൽത്ത് കെയർ 2ാമത്തെ ഭാഗം വരാൻ പോവുക. മുഴുവൻ ഡേറ്റ വെച്ച് തീർന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത് CEO ആരാന്നറിയാമോ? ബയോഹാൻസ് ഇന്റർനാഷണൽ ജോവാൻ ഓസ്റ്റർലാൻഡ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കിത് വെക്കുവാൻ 180 യൂറോ, ഏകദേശം 500 ദിർഹം. കുഞ്ഞുങ്ങൾക്ക് ബിലോ 18 50% ഡിസ്കൗണ്ടുമായി 39 ഡിജിറ്റെക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഖലീജ് ടൈംസ്. ഇന്ന് രാത്രി മക്കളെ പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശിപ്പെട്ടു പോകും. എന്നാൽ നിങ്ങളുടെ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കറുത്ത പുസ്തകത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തിപ്പിടിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് ഉയർത്തിയവൻ അനുഗ്രഹിക്കപ്പെടും, ഇത് വായിച്ചവൻ അനുഗ്രഹിക്കപ്പെടും, ഇത് പ്രസംഗിച്ചവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഇത് ചുമന്നവൻ്റെ തലമുറകൾ രാജ്യങ്ങൾ സഞ്ചരിക്കപ്പെടും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്ന് രാത്രി വചനം മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പറയാം, നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 ഈ എമിറേറ്റ്സ് ID നിങ്ങളുടെ ഇതുപോലെ വരും. ഇതിനകത്ത് പെട്രോൾ അടിക്കാം, ആഹാരം കൊടുക്കാം. പക്ഷേ ഇത് ബാങ്കുമായിട്ട് ഇപ്പം കോമ്പറ്റേറ്റ് ചെയ്യത്തില്ല. ഇനി ദുബായ് കാണാൻ പോകുന്നത്
നിങ്ങളുടെ കൈകളിലേക്ക് ഈ ചിപ്പ് വരും. എന്തിനു വേണ്ടി ഗവൺമെൻറ് ഇത് കൊണ്ടുവരും? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആൾറെഡി ഇപ്പോഴത്തെ സ്ഥലമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഇൻക്ലൂഡിങ് മെഡിക്കൽ ഹിസ്റ്ററി. സജു ചാത്തന്നൂരല്ല, ഇന്ന് രാത്രി കലീജ് ടൈംസ് വായിച്ചാൽ മതി, ഇൻക്ലൂഡിങ് മെഡിക്കൽ ഹിസ്റ്ററി. അങ്ങനെയെങ്കിൽ ഇതെല്ലാവരും എടുത്തേ പറ്റത്തുള്ളൂ. ഒരു പ്രത്യേക ഹോസ്പിറ്റലിലല്ല, എല്ലാ സ്ഥാനത്തും ചെല്ലുമ്പോൾ ഇതെടുക്കണം. 2, ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യ എന്ന് ഞാൻ ചിപ്സ് കാർഡാണ്. പണ്ട് ഈ കാർഡേ ഉള്ളായിരുന്നു വെച്ചാൽ, ഇന്ന് റിലയൻസ് ഇതിനകത്തും ചിപ്പ് വെച്ചു. സ്വോത്രം. ഓരോരുത്തർക്കും ഓരോ കാർഡ്, ഒരു കുടുംബത്തിനല്ല, ഓരോരുത്തർക്കും ഒരു കാർഡ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ഒരു പൗരന് ഇന്ത്യക്കകത്ത് മുഴുവൻ മെഡിക്കൽ എയ്ഡ് കിട്ടുവാൻ റിലയൻസിൻ്റെ RSB വന്നു, മെഡിക്കൽ ചിപ്പ്. താമസം വിന ഈ ചിപ്പ് എവിടത്തേക്ക് കയറുമെന്നറിയാമോ? കൈകളിലേക്ക് വരാൻ സാധ്യത. യോഹന്നാൻ ആരാ? MBBS എടുത്തോ, MD എടുത്തോ? ഒന്നും എടുത്തില്ല. പത്മോസിനകത്ത് കിടക്കുമ്പോൾ സ്വർഗം അവനോട് പറഞ്ഞു, കൈമേലോ നെറ്റിമേലോ. സ്റ്റാർട്ട്. എപ്പോഴാണെന്നറിയാമോ? അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കയറിയ ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ബ്ലാക്ക്മാൻ ഒബാമ. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് 6 കൊല്ലം മുമ്പ് എത്തിക്കഴിഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? അമേരിക്കയിലെ വൈറ്റ് ഹൗസിലിരിക്കുന്ന ഒബാമ ഇതായിരിക്കുന്നു. ഒബാമ ഹെൽത്ത് കെയർ ആദ്യം ഇത് ഇംപ്ലാന്റ് ചെയ്തെങ്കിൽ വരാൻ പോകുന്നു. ആരുമല്ല പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി 2017 ഞങ്ങളൊരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അന്ന് അവർ പ്രൊവൈഡ് ചെയ്ത മനുഷ്യരിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ ഒന്നാമതെത്തുന്നു. ബൈബിൾ പ്രവചനം. ഒക്ടോബർ മാസം 7-ാം തീയതി കലീജ് ടൈംസിനകത്ത് ഈ വാർത്ത വന്ന കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം. ബാക്കിയെങ്കിലും നിങ്ങൾ പറഞ്ഞോ. സ്വോത്രം. തീർന്നോ? തീരാൻ പോവുക. നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 ബയോമെട്രിക്. ഒറ്റ കാർഡ് മതി, തിന്നാൻ കുടിക്കാം. അങ്ങനെയെങ്കിൽ ഇനി ദുബായ് കാണാൻ പോകുന്ന ഒരു വാർത്ത, കേരളം കാണാൻ പോകുന്ന ഒരു വാർത്ത കണ്ടോ? 666 കാണാൻ പോകുന്ന വാർത്ത. ഇന്ന് നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ ATM ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സ്വോത്രം. ATM മെഷീൻ പണം കിട്ടുമല്ലോ. ATM എല്ലാം മാറാൻ പോവുക. നാട്ടിലെ സംഭവം എന്നറിയാവും. നമ്മുടെ ആറന്മുളയിലെ പൊന്നമ്മ സിസ്റ്റർ പൈസ എടുക്കാൻ പോകും. ഹിന്ദിക്കാരൻ പാട്ട് പാടും, തുച്ചെ ദേക്കാത്തോകെ ജാനാസനം. പൊന്നമ്മാമെ കാണാനല്ല, കാർഡ് കിട്ടി അവൻ കാശ് കൊണ്ടുപോകും. സ്വോത്രം. റൊമേനിയക്കാർ ഇന്ത്യയിൽ വന്നു, സകല സ്ഥലത്ത് സ്കിമ്മർ വെച്ചു, ഉള്ള കാശെല്ലാം അടിച്ചു കൊണ്ടുപോയി. ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ റൊമാനിയയിൽ പോയി അവന്മാരെ തിരിച്ചു കൊണ്ടുവന്നു. കേരളം, തിരുവനന്തപുരം, ആൽത്തറമൂട്, വെള്ളയമ്പലം. അങ്ങനെയെങ്കിൽ ഇനി ദുബായ് ഷാർജയും കാണാൻ പോകുന്നൊരു വാർത്ത ഇപ്പം പറയാം. നമ്മുടെ നാട്ടിൽ റോഡിൽ വൃക്ഷം നിൽപ്പുണ്ട്, നല്ല വൃക്ഷം. അച്ഛനും അമ്മാമ രാവിലെ നോക്കുമ്പോൾ കാണും, 2 ആഴ്ച കഴിയുമ്പോൾ കുറ്റി മാത്രമേ കാണത്തുള്ളൂ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെയും നാട്ടിലും നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ATM മെഷീൻ JCBക്കകത്ത് പുഴുതുകൊണ്ട് പോകും. സ്വോത്രം. ഇത് ഇന്നത്തെ സയൻസിനും അറിയാം, ബാങ്കിങ് മേഖലയ്ക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇത് കൈമേലും നെറ്റിമേലും വെക്കും. അതാണ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ കൈമുദ്രയിട്ടെങ്കിൽ ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ, ഈ ചിപ്പുമായിട്ട് നിങ്ങൾ എവിടെ നടന്നാലും, ഫോൺ ഓഫ് ചെയ്ത് വെള്ളത്തിൽ ഇട്ടാലും, ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം കട്ട് ചെയ്താലും 5G ട്രേസ് കൊണ്ട് നിങ്ങൾ എവിടെയാണെന്നറിയാൻ പറ്റും. എത്തിസലാട്ട്. ഇവിടെ നിന്ന് പൈസ അടിച്ചിട്ടോ ഇവിടെ നിന്ന് ക്രൈം ചെയ്തിട്ടോ ഈ ചിപ്പ് കയ്യിലുള്ള വ്യക്തി എവിടെ പോയാലും ലോകം മുഴുവൻ വാച്ച് ചെയ്യാൻ സോഫ്റ്റ്വെയർ ടെക്നോളജി ബയോഹാൻസ് ഇൻ്റർനാഷണൽ ഇവിടെ എത്തിസലാട്ടുമായി ചെയ്തെങ്കിൽ ഇനി കർത്താവിൻ്റെ വരവ് താമസമോ? ഈ തലമുറയിൽ നാഥൻ വെളിപ്പെടും. പ്രവചനങ്ങൾ നിവർത്തി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. 1 ആധാർ, എമിറേറ്റ്സ് ഐഡന്റിറ്റി. നമ്പർ 2 E-Gate, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് വിത്ത് ഐ. നമ്പർ 3 സകലത്തിനും കാർഡ്, 1 വേ വേൾഡ് ഓർഡർ. ഇത് മാത്രം മതി, തിന്നാൻ കുടിക്കാൻ ഫ്ലൈറ്റ് യാത്രയെല്ലാം. ഇതും പോകുന്നു. ATM ഔട്ട് ആയാൽ, സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആയാൽ കൈമേലും നെറ്റിമേലും. ഇപ്പം ദുബായ്ക്കാരോട് പറഞ്ഞെന്തോന്നറിയോ? 6 ദിവസം ഒരു ചെറിയ വേദന ശരീരത്തിലുണ്ടാകും, അതോടുകൂടി കാര്യം റെഡിയാവും. ഒരു നേഴ്സ് മാത്രം മതി കുഞ്ഞെ. ദാ കിടക്കുന്നു 1 വേ വേൾഡ് ഓർഡർ. ഒരു നേഴ്സ് ക്യാനില കൊണ്ട് കയ്യിലെ തൊലിയൊന്ന് മാറ്റി ഒരു ചിപ്പ് 6 ദിവസം കൊണ്ട് വച്ചാൽ സകലതും നടക്കാവുന്ന ഒരു കാര്യം ഇവിടെ വരാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് 2 ചിപ്പ് വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ചിപ്പിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. ഇന്ന് രാത്രി ഷാർജയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ
ഇവരാരാന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ചിപ്പ് പോലും വേണ്ട. ഇന്ന് ഷാർജ പോലീസിൻ്റെ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കൈവച്ചാൽ മുഴുവൻ അറിയാൻ പറ്റും. അത്രയും നിർണായകമായ ടെക്നോളജി അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് 2 ചിപ്പ് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ബൈബിളിലുണ്ടോ? നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? വായിക്കാം മക്കളെ. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. You will watching in October 7 Collegiate Times. The mark is come to Emirates. അഥവാ മനുഷ്യന്റെ മേളിൽ ഒരു മാർക്ക് വരുവാൻ എത്തിസലാട്ട് സ്വീഡിഷ് കമ്പനി കൊടുത്തെങ്കിൽ 2035 ലോകത്തിൽ മുഴുവനും RFID വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൈമേലും നെറ്റിമേലും ചിപ്പ് വരുന്ന കാലം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നിങ്ങളുടെ ശരീരത്തിനകത്ത് എതിർ ക്രിസ്തുവിൻ്റെ നാനോയോ സിലിക്കോണോ മൈക്രോയോ DNA വെളിപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവനെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി നാഥൻ വരാറായി. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ നാം വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. മകനെ മകളെ, പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ. സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തി എമിറേറ്റ്സിനകത്ത് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. യെസ് ലോർഡ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. ഇത്രയെങ്കിലും പറഞ്ഞില്ലേ തീരത്തില്ല. ഒരു കാര്യം കൂടെ, നമുക്ക് പോകാൻ ഒരു വീട് റെഡി. വായിക്കാം മോളെ. ഇന്ന് രാത്രി 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. യോഹന്നാൻ 14:1-2-3 സയൻസ് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. യെസ്. അടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു പോയത് ക്രിക്കറ്റ് കളി കാണാനോ ഫുട്ബോളോ 2020 അല്ല. കേക്ക് മക്കളെ, സയൻസിലേക്ക്. അടുത്തത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. ആരോ ഇവിടെ പറഞ്ഞില്ലേ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ പിതാവിന്റെ വീട്ട് സന്നിധിയിലേക്ക് പോയി യേശു മടങ്ങി വരും. സ്ഥലം ഒരുക്കിയാൽ. അടുത്തത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് നിദ്ര കൊള്ളുമ്പോൾ പടിഞ്ഞാറ് പലസ്തീനിലെ ചെരുവിൽ അരിമത്തക്കാരൻ്റെ യോസഫിൻ്റെ കല്ലറയിൽ ഇന്ന് എഴുതി വെച്ചിരിക്കുന്നു, ഹീ ഈസ് നോ മോർ ഹിയർ. അവൻ മരിച്ചവരിൽ ആദ്യബലക്കറ്റ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ നാഥൻ വരാറായി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. സയൻസ്. ഇതാണ് കൂപ്ലിയാർ ബെൽറ്റ്. 9 ഗ്രഹങ്ങൾ, മിൽക്കി വേ ഗാലക്സി. അതിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 2006 കൂപ്ലിയാർ ബെൽറ്റിൽ നിന്ന് പ്ലൂട്ടോയെ വെട്ടി. ഇവിടെ യൂണിയൻ ചർച്ച് തുടങ്ങാൻ പോയപ്പോൾ ഇവിടെ നിന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റിയതുപോലെ 9ാമത്തെ ഗ്രഹത്തെ വെട്ടിയിട്ട് ഇന്ന് ISRO ആയിരിക്കുന്ന ഇവർക്ക് തന്നെ കൊടുക്കാം. പാസ് വായിച്ചോണം. 6000 കോടി കമ്പാർട്ട്മെന്റ്സ് മിൽക്കി വേ ഗാലക്സിയിൽ ഒഴുങ്ങിക്കഴിഞ്ഞു. 6000 കോടി. 5 കമ്പാർട്ട്മെന്റ്. നമ്പർ 1 മരിച്ചവരിൽ ആദ്യബലക്കറ്റയ ക്രിസ്തു. 2 രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് ഇന്നത്തെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം ദൈവസഭ. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 ശവപ്പെട്ടി കയറാത്ത 2 ഹാനോക്ക് ഏലിയാവ്. 5 പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ ഷാർജ ചർച്ചക്കോട് 6000 കോടി വീടൊരുങ്ങി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? കൂടാരമായ ഭൗമഭവന് മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയാത്ത ഭവനമൊരുക്കി നാഥൻ വരാറ്. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യ. ടൈം ഈസ് കം നൗ. നാളെ രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പീഡാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ
ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുവാൻ നാഥൻ്റെ വരവ്. 4 കാര്യങ്ങൾ. സൂര്യൻ ഉറങ്ങുന്നു, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, പൈനാപ്പിൾ അലർട്ട്. ഇന്നത്തെ ബാക്കി കയ്യിലകത്തെ ചിപ്പ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും? അതർവൈസ് ടൈം കിട്ടിയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കുക. എല്ലാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവുകയാണ് മക്കളെ. സത്യവചനത്തിൻ്റെ ഏട് എത്തിസലാട്ടും ഇന്ത്യയും മുഴുവൻ കണ്ടെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ത്വക്കിനടിയിൽ ഇമ്മേഴ്സ് ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേർക്കാൻ നാഥൻ വരും. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? തീരാൻ പോവാ. ഒറ്റ കാര്യം, 1-2 കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. 2ാം ലോക മഹായുദ്ധം കേൾക്കണേ. 5.5 കോടി പേരാ മരിച്ചത്. എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു മക്കളെ. അവരെല്ലാം കരഞ്ഞുകൊണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടനിലെ ഒരു സംഘടന വന്നു. അവരോട് പറഞ്ഞതാ, നമുക്ക് സമാധാനത്തിന് വേണ്ടി സന്ദേശങ്ങൾ കൈമാറാം. ആ സംഘടന പറഞ്ഞു, നല്ല 2 പോർട്രേറ്റ് ആരെങ്കിലും അയച്ചാൽ ഒരു 10,000 പൗണ്ട് സമ്മാനം തരാം. കേൾക്കണം, ദൈവവചനമായിട്ടുള്ളൊരു ബന്ധമാണ്. പലരും ഈ പൈസയ്ക്ക് വേണ്ടി പോർട്രേറ്റ് അയച്ചു. പള്ളിയിൽ പോകുന്നു, കൊട പിടിക്കുന്നു, ഉത്സവം നടക്കുന്നു, പെരുന്നാളും. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ 2 പോർട്രേറ്റാ. ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൊരു പാറമേലൊരു കാക്ക. അവൻ എഴുതിയിരിക്കുന്ന ലോകമാകുന്ന ഗംഭീരവാരിധി അറ്റ്ലാന്റിക് സമുദ്രം. പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. സ്വോത്രം. കാക്ക ഇങ്ങനെ നിർനിമേഷമായിട്ട് നിൽക്കുക, കടലിളകുക. 2ാമത്തെ പോർട്രേറ്റിനകത്ത് വീണ്ടും എഴുതിയിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തിരമാല ഇളകി മറിയുന്നു. അതിൻ്റെ നടുവിൽ ഡോട്ട് വഴി ഒരു കുഞ്ഞുമീൻ കാക്കയുടെ വായിലേക്ക് എത്തുന്നു. ആ ചെറുപ്പക്കാരൻ ആ പോർട്രേറ്റിൻ്റെ അടിയിൽ എഴുതിയ, കടലിളകിയാലും കരയിളകിയാലും ആകാശം ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിയുടെ വായ്ക്കകത്ത് ഒരു കുഞ്ഞു മീനിനെ തരുവാൻ എൻ്റെ ദൈവശക്തന. ഇന്ന് രാത്രി കമ്പനി പൂട്ടട്ടെ, അറബി പേപ്പർ തരാതിരിക്കട്ടെ, നിനക്ക് റിസൈൻ ലെറ്റർ കിട്ടട്ടെ, എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിയുടെ വായ്ക്കകത്ത് കൊച്ചു മീനിനെ കൊണ്ട് തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിർത്താൻ പോവാ. ഒറ്റ കാര്യം പറഞ്ഞു കുഞ്ഞുങ്ങൾ പാടും, ബാക്കി നാളെ രാത്രി. മക്കളെ, ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരി ആരെ ഉദ്ദേശിച്ചല്ല, നാട്ടിലേക്ക് വന്നു. അവർ നല്ലൊരു വീട് പണിഞ്ഞു. 40 ലക്ഷം രൂപയുടെ വീട്, നല്ല കാറും വാങ്ങിച്ചു. വന്ന ചെറുപ്പക്കാരന് 38, സഹോദരിക്ക് 36. മക്കളില്ല. ആ സമയത്ത് ഒരു കാര്യം നടന്നു. അവരെങ്ങനെയൊക്കെയോ IVF ചെയ്തൊരു കൊഞ്ചിനെ കിട്ടി. ചെറുപ്പക്കാരന് 40, മോൾക്ക് 38. 2 വയസ്സുള്ള കറുത്ത കൊച്ച്. ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു പകലിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞു. ഇവർ 3 പേര് ഒരു കട്ടിലിനകത്ത്. 3:30 ചെറുപ്പക്കാരന് എഴുന്നേറ്റു. കുഞ്ഞ് നല്ല ഉറക്കം. നാടൻ ഭാഷ ഒരു തലയണ അങ്ങ് വെച്ചു. സ്വോത്രം. ഇവർ പറഞ്ഞ് കുറച്ച് സമയം തോട്ടത്തിൽ വെള്ളം അടിക്കാം, എന്നിട്ട് നമുക്ക് വന്ന് ചായ ഇടാം. 2 പേരും എഴുന്നേറ്റ് തോട്ടത്തിൽ വെള്ളം അടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയൽക്കാരൊരു വിളി, പുക. നാടൻ ഭാഷയിൽ. അവർ 2 പേരോട് ഓടി. ഇവിടെ വന്നപ്പോൾ വീട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ട്. നാട്ടുകാർ പറഞ്ഞ, അകത്തേക്ക് കയറുന്ന നിങ്ങളും മരിക്കും. ചെറുപ്പക്കാരിയും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ കുഞ്ഞ് അതിനകത്ത് കിടക്കുക, വെന്ത് മരിക്കും. ഇവർ ഈ കതകിൻ്റെ ആയുന്ന സമയത്ത് നാട്ടുകാർ പിടിച്ചു മാറ്റും, കയറരുത്, ജീവനെ ത്യജിക്കരുത്. ചെറുപ്പക്കാരിയും കൈ കോർത്ത് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞു വച്ചാലും ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കത്തില്ല. ഞങ്ങളുടെ DNA പറഞ്ഞൊരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. കത്തുന്ന വീട്ടിനകത്ത് കതക് പാളികൾ തുറന്നിട്ട് ചെറുപ്പക്കാരിയും അകത്ത് കടന്നു. എന്താ ചെയ്ത്? അല്പം പൊള്ളലുള്ള കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സ്വിഫ്റ്റ് ഡിസയർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ പ്രമാണവും പെട്ടിയും കത്തട്ടെ, എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് അല്പം പൊള്ളലോടെ ജീവനോടെ കിട്ടിയെങ്കിൽ അതിൽ പരം സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. നാഥൻ വരാറായി. പത്രോസ്ലീഹ ജന്യം ചൊല്ലി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ആ തീ വെളിപ്പെടുന്നതിന് മുമ്പ് അഭിഷേകത്തിന്റെ തീ പ്രാപിച്ചവരെ ചേർക്കുക. നാഥൻ വരാറായി. കമ്പാർട്ട്മെന്റുകൾ ഒരുങ്ങി. നാഥൻ വരാറായി. ഇതൊന്നുമില്ലാത്ത, ടെക്നോളജി ഇല്ലാത്ത കാലത്ത് പിതാക്കന്മാർ കേരളത്തിൽ പാടി, രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്.
4 ജീവികൾ പാടും ആ വീട്. ജീവജല നദി അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് കൂപ്പിളിയാർ ബെൽറ്റിൽ നിന്ന് പ്ലൂട്ടോ പോയി 6000 കോടി വീടൊരുങ്ങിയെങ്കിൽ വീടൊരുക്കി നാഥൻ വരാറായി. അമ്മച്ചി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? അച്ഛാ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ മോനെ മോളെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളം ധ്വനിക്കാറായി, ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. ഈ തലമുറ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. ചൂളമടി തുടങ്ങി, കമ്പാർട്ട്മെൻറ്റുകൾ ഇളകി വരാൻ കാലമായി. സത്യവചനം കേട്ട് ഇന്ന് രാത്രി സമർപ്പണത്തോടെ ഒന്ന് എഴുന്നേൽക്കാം. ഒരിക്കൽ കൂടി ആരാധന തെറ്റല്ല. ഇന്ന് രാത്രി സ്വർഗം നിങ്ങളെ കാണുകയാണ്. 38 വർഷം കേൾക്കണേ മോനെ മോളെ. ബെഥസ്ദാ കുളക്കടവിൽ ഒരുവൻ കടക്കുക. യേശു ചെന്നിട്ട് എന്താ പറഞ്ഞേ? നീ ഒരു 38 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞില്ല, 30 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞു കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കാൻ. ഇന്ന് രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. അസാധ്യങ്ങൾ അസാധ്യമാക്കുന്ന രാത്രിയാ. കാലപ്പഴക്കം ചെന്നാലും സമയപ്പഴക്കം ചെന്നാലും ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ തകരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. The mighty name of Jesus. Now the time, the worship time. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും ആ വീട്. നമ്മുടെ യേശു വരാറാ. യെസ് അവിടെ പ്രശോഭിതമായൊരു നാട്, ജീവികൾ പാടും ശക്തിയോടെ. അവിടെ പ്രശോഭിതമായൊരു നാട്, ജീവികൾ പാടും ജീവജല നദി, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, എല്ലാ കരകൾ പഠിച്ച് ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനമേ. യേശു മഹോന്നതനേ, യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം. ശക്തിയോടെ ശക്തിയോടെ പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരവന്, പശിമായോട് വാഴുവാനാണ്. ശക്തിയോടെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരവന്, പശിമായോട് വാഴുവാനാണ്. മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. മഹോന്നതനേ, വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. ഹിമാലയവൻ എനിക്കു തരുന്ന ശുഭ്രവസ്ത്രം, രക്ഷയുടെ വസ്ത്രം പൊന്മണിമാലയവൻ എനിക്കു തരുന്ന ശുഭ്രവസ്ത്രം, നാഥനെ ധരിപ്പിക്കുമെന്ന് ഒഴിയുമേ. ആയിരമാണ്ടു വസിക്കുമവനുടെ ദൈവസഭയുടെ പ്രത്യാശ, ദൈവമക്കളുടെ പ്രത്യാശ. ഒഴിയുമേ. ആയിരമാണ്ടു വസിക്കുമവനുടെ നാട്ടിൽ രാത്രി ഒരുക്കിയിട്ടുണ്ടോ? സഹോദര സഹോദരി, സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ നിനക്ക് വേണ്ടി ഒരുങ്ങി. ഇന്ന് രാത്രി നീ ഒരുക്കിയിട്ടുണ്ടോ?